മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും ഒറ്റയടിക്ക് കമ്പനി എനിക്ക് നാഷണൽ ടീം കൊണ്ടുള്ള റാങ്ക് പദവി എനിക്ക് തന്നതല്ല. ഏകദേശം ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഏകദേശം ഞാൻ പറഞ്ഞു 6 വർഷമായി എന്ന് പറഞ്ഞു. ഈ 6 വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കം എന്ന് പറയുന്നത്, എന്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം ഗൾഫിലായിരുന്നു എന്റെ തുടക്കം. ഞാൻ ഗൾഫിൽ വിട്ട് ബാംഗ്ലൂർ അങ്ങനെയല്ലായിരുന്നു എന്റെ ലൈഫ് തുടക്കം എങ്ങനെയായിരുന്നു. പക്ഷെ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചെറിയ സ്ക്രീൻ ഒന്ന് സ്ലൈഡ് ആക്കി തരാം. എന്റെ തുടക്കം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാനൊരു FSS എടുക്കുന്ന അതിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ചെറിയ എന്റെ എക്സ്പീരിയൻസ് മാത്രമുള്ള ഒരു സംഭവം കാണിച്ചു തരാം. സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ആന്ന് പറയണേ, പിന്നെ നമുക്ക് കൂടുതൽ എഫേർട്ട് എടുക്കണ്ടല്ലോ. കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. വരുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു സാധാരണക്കാരനായിട്ട് തന്നെയാണ് ഈ ബിസിനസ്സിൽ വന്നത്. എന്റെ ആദ്യം ബാംഗ്ലൂർ, എന്നെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരായിരുന്നു എന്റെ തുടക്കം. എന്റെ തുടക്കം എന്ന് പറയാൻ കാരണം, ഞാൻ അവിടെ ആദ്യം എന്റെ ജ്യൂസ് കട, നമ്മൾ എല്ലാവർക്കും അറിയാലോ ഒരു തുടക്കം നമുക്ക് ഉണ്ടാവും. ആ തുടക്കം എന്ന് പറയുന്നില്ല എന്താ പറയാ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എന്റെ തുടക്കം. ഇവിടുന്ന് ഈ ഒരു ജോലി ചെയ്യാന്നുള്ളത് എന്റെ 2013 സമയത്ത് ഞാൻ +2 കഴിഞ്ഞു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വന്തമായിട്ട് എന്തെങ്കിലും ക്യാഷ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോയതാണ് ബാംഗ്ലൂരേക്ക്. അപ്പോൾ അവിടുന്ന് തുടങ്ങി എന്റെ ബിസിനസിന്റെ സ്റ്റാർട്ട് ചെയ്തത്. എന്താ പറയാ ഈ ഒരു പണം ഉണ്ടാക്കണം എന്നുള്ള തോന്നൽ ഉണ്ടായ സമയം മുതൽ കയറിയത് ഇവിടേക്കാണ്. പക്ഷെ അവിടെയൊക്കെ പോയ സമയത്ത് എന്നേക്കാൾ നിങ്ങൾ കാണില്ല, എന്നേക്കാൾ വണ്ണമുള്ള ചെമ്പും പാത്രത്തിലാണ്. കാരണം അതിൽ ഫുള്ളും നിറച്ചു പാലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് തുടങ്ങി എന്റെ ബിസിനസ്, ശരിക്കും പറഞ്ഞ ഈ കച്ചവടം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എങ്ങനത്തോളം മുന്നോട്ട് കൊണ്ടുപോയി വെച്ചാൽ, ഇവിടെ ഒരുപാട് സമയങ്ങൾ നിൽക്കാൻ പറ്റിയില്ല. ഏകദേശം 2013 സമയങ്ങളിൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട വന്നു. പെട്ടെന്ന് എന്റെ ഫാദറിന് പെട്ടെന്ന് സുഖയില്ല, ബ്ലോക്ക് വന്നിട്ടു നാട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥ വന്നു. അങ്ങനെ കുറച്ച് നാൾ നാട്ടിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നു. ഏകദേശം 1.5 വർഷം നാട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നു. നാട്ടിൽ നിന്ന സമയത്ത് എന്നോട് എന്റെ ഉപ്പ തന്നെ പറഞ്ഞു, ഫസ്റ്റ് ഇങ്ങനെ കൂടുതൽ സമയം നാട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യാൻ മടിക്കും. അതുകൊണ്ട് തിരിച്ച് വീണ്ടും നീ ജോലിക്ക് തന്നെ കയറണം, റെഡിയാ നോക്കി കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ ബാംഗ്ലൂരേക്ക് പോയി. ഒരു ചൊവ്വാഴ്ചയാണ് ബാംഗ്ലൂരേക്ക് പോകുന്നതെങ്കിൽ ബുധനാഴ്ച രാത്രി എന്നെ വിളിച്ച് വീട്ടിൽ നിന്ന് വിളി വരികയാണ്, എന്റെ ഫാദറിന് വീണ്ടും സുഖമില്ല, തിരിച്ചു വരണം. പറഞ്ഞത് ഒറ്റക്കാരിയായിരുന്നു. ഫാദർ തിരിച്ചു വരണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഫാദർ അന്നത്തെ ദിവസം എന്നോട് തിരിച്ചു വരണതേ പറഞ്ഞുള്ളൂ. പക്ഷെ ഫാദർ ഒന്ന് മരണപ്പെട്ടു എന്നുള്ളത് പിന്നെ ഞാൻ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്നെ പറിച്ചു നട്ടവരെ എന്നെ അങ്ങോട്ടേക്ക് അയച്ചത്. പക്ഷെ അതിനുശേഷം എന്റെ ഫാദർ, എന്റെ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ 8 മക്കളാണ്. ഇളയതാണ് ഞാൻ. അപ്പോ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ ഒരു ശരീരപ്രകൃതി കാണുന്നത് മനസ്സിലാക്കാൻ പറ്റും. വലിയ ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വേവലാതി ആരെന്ന് ചോദിച്ചാൽ എന്നെ കുറിച്ചായിരുന്നു. കാരണം ഇവൻ എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷെ ഇന്ന് പഠിച്ചവൻ സഹിച്ചാൽ, ദൈവം സഹിച്ച് എനിക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, മൈലേജ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ടും ഇന്ന് അദ്ദേഹം എന്റെ കൂടെ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്റെ ഫാമിലി ഏറ്റവും എന്താ പറയാ വരുമാനം കൊണ്ടായിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, എല്ലാം കൊണ്ട്, വണ്ടി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയത് എന്റെ കുടുംബത്തിൽ ഞാനായി. ഇത് പറയാൻ കാരണം, അവിടുന്ന് നേരെ വന്ന് ഗൾഫ് വിട്ടില്ല, ബാംഗ്ലൂർ വിട്ടതിന് ശേഷം പിന്നെ വന്ന സ്ഥലമായിരുന്നു സലാല എന്ന് പറഞ്ഞ ഒമാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ പണിക്ക് വന്നു, ഇവിടെ നിന്നു. ഇവിടുന്ന് തന്നെ എന്റെ തുടക്കം. സലാല അങ്ങനെ ഒരു രാജ്യം കാണാൻ എനിക്ക് സാധിച്ചു. പിന്നെ ഈ ടീം, നിങ്ങൾക്കറിയാം, നിങ്ങളോട് ഇത്ര നേരം പറഞ്ഞ റോയൽ ബറ്റാലിയൻ ഒരു ടീം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എങ്ങനെ എത്തുന്നത് ചോദിച്ചില്ല. ഈ ബിസിനസ്സിലേക്ക് എത്തുന്നതിന് മുമ്പ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് നമ്മുടെ ഗ്രേറ്റിൽ ഇജാസ് സാറായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇജാസ് എന്ന് പറഞ്ഞ വ്യക്തി എന്റെ ഇന്ന് കമ്പനിയുടെ CTC അഥവാ കോണ്ടിനെന്റ് ടീം കോർഡിനേറ്റർ ഇജാസ് സാറായിരുന്നു. അദ്ദേഹം എന്നോട് ഈ പ്ലാൻ പറയുന്നതിന് മുമ്പ് എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു, എന്നെ കൊണ്ടുവന്നു. എനിക്ക് സത്യത്തിൽ ഈ നെറ്റ്വർക്ക് എന്താന്ന് പറയില്ല, ഇതെന്താ ചെയ്യുന്നതല്ല. ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ഞാൻ കണക്ട് ചെയ്ത് എന്റെ കൂടെ കൊണ്ടുവന്ന വ്യക്തിക്ക് പോലും നെറ്റ്വർക്ക് എന്താണെന്ന് അറിയാം. പക്ഷെ ഈ നെറ്റ്വർക്ക് എന്താണെന്ന് അറിഞ്ഞിട്ടും എന്നോട് സംസാരിക്കുന്ന പല വ്യക്തികളും നെറ്റ്വർക്കിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത കേട്ടുകാരെ എനിക്ക് പറ്റിയുള്ളൂ. പക്ഷെ എന്റെ കൂടെ വന്ന ഫ്രണ്ട് എന്നോട് പറഞ്ഞു,
അവിടെ ഇത് കിട്ടുന്ന പരിപാടിയാണ്, ഇത് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും. എനിക്കിത് സംശയം തോന്നി വെച്ചാൽ ഇത് എന്നെ കൊണ്ട് പറ്റുമെന്നാണ്. കാരണം +2 പാസ്സല്ല. നിങ്ങൾക്കറിയാലോ, +2 പാസ്സല്ലാത്ത ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ബേക്കറി പണിക്ക് പോവുക, അല്ലെങ്കിൽ വേറെ ചില്ലറ കണക്ക് കടയിലേക്ക് പോവുക, ഇനി എല്ലാ കൂലിപ്പണിക്ക് വേണ്ടിക്ക് പോവുക, എല്ലാം ചെയ്യാം. +2 പാസ്സല്ലാത്തവർക്ക് ഏത് പണിക്കും പോവാം. പക്ഷെ ഒരു ഡിഗ്രിയോ അല്ല ഡോക്ടറോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വ്യക്തിക്ക് അതേ ചെയ്യാനേ പറ്റും. വേറെ അതിൽ നമ്മൾ ചെയ്യുന്ന പോലത്തെ മറ്റുള്ള പണിയിലൊന്നും കയറാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. കാരണം അത്യാവശ്യം വിദ്യാഭ്യാസം വേണ്ടതെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ എന്നോട് പറഞ്ഞു, ഇതിൽ ഫാസില എനിക്ക് വേണ്ട ഒറ്റ കാര്യമാണ്, ഈ ബിസിനസ്സിൽ വേണ്ട ഒറ്റ കാര്യമാണ്. എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഇതിൽ എനിക്ക് ആവേശമുണ്ടോ? ഒന്ന് ആവശ്യക്കാരനായിരിക്കണം, ആവേശമുള്ളവരായിരിക്കണം. ഈ രണ്ടും എൻ്റെ കൈമുതലായിട്ടുള്ള സാധനം ആയതുകൊണ്ട്, അഥവാ ആവേശത്തിന് കുറവുമില്ല. ആവശ്യക്കാരനെന്ന് വെച്ചാൽ അത്രയും അധികം ആവശ്യക്കാരനായിരുന്നു. അതുകൊണ്ട് ഇത് ഏറ്റെടുത്തോട് മാത്രം ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ആയി മാറിയിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്റെ തുടക്കകാലം, എന്റെ സമയത്തൊക്കെ തുടങ്ങിയ കാലം. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എന്നെ മാറ്റി, എന്നെ ട്രാൻസ്ഫോമർ ആക്കിയ ഒരു മേഖലയിൽ നിന്ന് മാറ്റി ഈ ഒരു ഒറ്റ ബിസിനസ് കൊണ്ടാണ്. ഞാൻ പറയാൻ കാരണം, ഈ ബിസിനസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് എന്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ഞാൻ കൂടുതൽ കാണിക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ്ഡ് ആയി പോകും. അതുകൊണ്ടാണ്. ഓക്കെ, അത് മാത്രം ആവുമ്പോൾ നിങ്ങൾ നമ്മളെ കാണൂല, ഞാൻ നിങ്ങളെയും കാണൂല. അപ്പോ എന്നോട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ബിസിനസ്സിൽ വന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ അഥവാ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ ഏതെങ്കിലും ആരെങ്കിലും കീഴിൽ ഒരു പണിക്കെല്ലാം പോകുന്ന അവസ്ഥയായിരിക്കും. നിങ്ങളെല്ലാം ചെയ്ത പോലെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്റെ സംശയമല്ല, എനിക്ക് ഈ ബിസിനസിന്റെ പ്ലാൻ തരുന്ന സമയത്ത് എനിക്കറിയില്ല ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നോട് പറഞ്ഞു കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മളെ പ്രൊഡക്റ്റ് അറിയാലോ, പേസ്റ്റ്, സോപ്പ്, എയറോ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതില് കിട്ടുന്ന ലാഭം എനിക്ക് പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സോപ്പ് വിറ്റ് എത്ര കിട്ടും എനിക്ക് അറിയണ്ടോ, അതുപോലെ പേസ്റ്റ് വിറ്റ് എത്ര കിട്ടും അത് എനിക്ക് അറിയണം. ഇവരിടയ്ക്ക് വന്നിട്ട് 10,000 മെച്ചത് 1,200, യാതൊരു ബന്ധമില്ലാത്ത കഥ ഇങ്ങനെ പറഞ്ഞു, യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരുമ്പോ ഞാൻ ഒരുപാട് സമയം നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, ഇതെന്താ സത്യത്തിൽ എനിക്കറിയാം. കാരണം നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനം എന്താന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിന്റെ അടുത്തേക്ക് നെറ്റ്വർക്ക് കിട്ടുമ്പോൾ ഒരു രൂപം കിട്ടാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞത് പേഷ്യൻ സോപ്പും വിറ്റാ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ ഇജാസ് എന്ന വ്യക്തി എന്നോട് പറഞ്ഞു, അത് പറഞ്ഞുതരാം ഫാസിലെ, നീ ഇത് ആദ്യം കേൾക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യം നമുക്ക് കേൾക്കാൻ തോന്നുമോ? ഒരിക്കലും നമുക്ക് കേൾക്കാൻ തോന്നില്ല. കണക്കിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എത്രയോ ബാക്ക് കിട്ടും. അതിന്റെ ഇടയിലാന്ന് പറയുന്നത് 10,000 വെച്ച് 1,200 കിട്ടും, 20,000 വെച്ച് 2,000. ഞാൻ അപ്പോൾ ട്രാവലിനെ കൈയടിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം മനസ്സിലാക്കാം, എനിക്ക് അതൊന്നും അറിയണ്ട, നമുക്ക് സോപ്പും പേസ്റ്റും വിറ്റാൻ കിട്ടുന്ന പ്രോഫിറ്റ് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും നമുക്ക് അറിയണ്ട. കാരണം കച്ചവടം ചെയ്യാം, നമ്മൾ പഠിച്ചെന്നാ വാങ്ങാ വെക്കുക, ഇതിനപ്പുറം ഒന്നും പഠിച്ചിട്ടില്ല, ഇതിനപ്പുറം ഒന്നും അറിയത്തില്ല. പക്ഷെ അന്ന് ഇത് വന്നിട്ട് പറയുമ്പോൾ എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത ഞാൻ അതിനെ സ്കിപ്പാക്കി മാറ്റിയെങ്കിലും പ്രൊഡക്റ്റ് കിട്ടുന്ന പ്രോഫിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി കുറെ സമയം നോക്കിയപ്പോൾ എന്നോട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഫാസിലെ ഇനി ഒരു കാര്യം, നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് സോപ്പ് ഉപയോഗിച്ചത് ഞാൻ ചെന്നത്. അപ്പൊ ആ സോപ്പിന്റെ ഒരു ചെറിയൊരു കണ്ടെന്ന് എന്നിട്ട് പറയാ, ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്, സോപ്പ് എങ്ങനെയുണ്ട് പറഞ്ഞു. ഞാൻ അത് എടുത്തിട്ട് വാഷ് ബേസിൽ എടുത്ത് പോയി മുഖാലയം കൈ തിരിച്ചു വരുമ്പോഴേക്ക് എന്റെ കൂടെ ഞാൻ ഒരു വ്യക്തിനെ കൂടി കൂട്ടിക്കൊണ്ടാണ് അന്നത്തെ ഒരു ദിവസം പ്ലാൻ പറയുന്ന സമയത്ത്. ഞാൻ പുറത്ത് ഇവർ കുടുംബക്കാരെ ഞാൻ കുറെ സമയം നോക്കി നിന്നു, ഇതെന്താ പറയുന്ന നോക്കി. അപ്പൊ മറ്റേ എന്റെ കൂടെ വന്ന വ്യക്തി സീരിയസ് ആയി കേൾക്കുന്നു. ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നല്ല കിടിലം പരിപാടിയാണ് ഫസല, വേറെ ലെവലാണ്, ഇത് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്തെന്ന്. ഇവര് ലാഭവും പറഞ്ഞില്ല, മുതലും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, പിന്നെ ഇത് കേൾക്കേണ്ടത്. അപ്പോഴും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മറ്റു ചങ്ങാതി ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഫസൽ ഒന്നും വിചാരിക്കരുത്, ഈ ബിസിനസ്സിൽ ഒരു കാര്യമുണ്ട്, കുറച്ച് തല വേണം. അതുകൊണ്ട് ഇജാസ് പറഞ്ഞു എന്നെ വേണ്ടെന്ന് പറഞ്ഞു. ആരാ എന്നെ വേണ്ടത്? കാരണം എന്താ, നിനക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ വ്യക്തിനോടൊന്നും പറഞ്ഞു മനസ്സിലാവും, അവനെ പൊട്ട കാട്ടത്. എന്നെ പൊട്ട കാന്നിട്ട് ഒഴിവാക്കിയതായിരുന്നു. പക്ഷെ മലയാളി ആയതുകൊണ്ട് നമുക്കൊരു പ്രശ്നമുള്ളത്, നമ്മളെ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത അവസ്ഥ നമ്മൾ ചിന്തിക്കുക. അതേപോലെ ഞാനും പറഞ്ഞു, അവർക്ക് വേണ്ടേ നമുക്കും വേണ്ട. പക്ഷെ എനിക്കാണെങ്കിൽ പ്രൊഡക്റ്റിന് ഓർഡർ ഉണ്ട്, നല്ല ഓർഡർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പ്രൊഡക്റ്റ് വേണം, എനിക്ക് വില അന്ന് എനിക്ക് തുടക്കത്തിൽ തരുന്ന സമയത്ത് എന്റെ കൈമ തന്നത് ഏകദേശം 2,000 പ്രൊഡക്റ്റ് തന്നപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് വിറ്റ സമയത്ത് എനിക്ക് കിട്ടിയത്, ആ പ്രൊഡക്റ്റ് വിറ്റപ്പോൾ എനിക്ക് കൈമ കിട്ടിയത് ഏകദേശം പറയുകയാണെങ്കിൽ 2,000 രൂപയാണ്. കാരണം MRP തന്നെ സാധനം തന്നിട്ട് തന്നെ
ആദ്യം ഒന്ന് പറ്റിച്ച്. അപ്പൊ എനിക്ക് സംശയം വന്ന് ഇവന് MRPക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും വലിയ കാര്യം പോലെ ചെയ്യാൻ വന്നത്. നോക്കുമ്പോൾ അല്ല, വില കുറച്ച് കിട്ടാണ്ട് ഐഡിയും ഡീറ്റെയിൽസും കൊടുത്താൽ കിട്ടുന്നു. ഞാൻ പറഞ്ഞു എന്താ തരണം, അയാളെ തരാന്നിട്ട് അങ്ങനെ കൊടുത്തിട്ട് ഒരു 10,000 രൂപ പ്രൊഡക്റ്റ് വാങ്ങി. അങ്ങനെ ഞാൻ അന്ന് വിറ്റ സമയത്ത് നമുക്കൊരു 10,000-15,000 എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. പക്ഷെ അങ്ങനെ നിരന്തരമായി പിന്നെ പ്രൊഡക്റ്റ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നല്ലോണം വിൽക്കാൻ തുടങ്ങി. ഒരു 5 മണിയാകുമ്പോൾ പ്രൊഡക്റ്റ് വിൽക്കും. മിനിമം എന്റെ നാട്ടിലുള്ള എല്ലാ ഫ്രണ്ട്സിന്റെ ഉമ്മമാരടുത്ത് അമ്മമാരടുത്ത് ഞാൻ എത്തും. എല്ലാവരുടെ പ്രൊഡക്റ്റ് കൊടുക്കും. ഞാൻ വൈകുന്നേരം വോളിബോൾ കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോഴേക്ക് എന്റെ പ്രൊഡക്റ്റ് വിറ്റ് ഞാൻ എടുക്കും. അപ്പൊ എന്നോട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും, നീ പണിക്കൊന്നും പോകുന്നതാണെന്നില്ലല്ലോ, എന്റെ കയ്യിൽ എങ്ങനെ ക്യാഷ്? ഞാൻ ഇവരോട് ആരോട് പറയൂല. എന്നോട് പറയുന്നത് പറഞ്ഞാല് ഞാൻ അഥവാ വെക്കുന്നത് കണ്ടിട്ട് നാളെ ഇവര് വെക്കും. അതുകൊണ്ട് ആരോട് പറയാം, ആരോട് മുന്നോട്ട് പോയി. പക്ഷേ ഇത് എന്നോട് നിരന്തരമായി ഈ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഇവരോട് പറഞ്ഞു, കാരണം വോളിബോളിന്റെ എന്തെങ്കിലും നെറ്റായിട്ട് കയറിയിട്ട് ആദ്യം ക്യാഷ് കൊടുക്കലാണ്. അപ്പൊ ചോദിക്കും, നീ പണിക്കുന്ന പോകത്ത് എനിക്കിങ്ങനെ ക്യാഷ്? ഇതേ ഇവർക്ക് അറിയണ്ടോ? പക്ഷെ എനിക്ക് ഇവരോട് പറയാൻ വേണ്ടി എന്നാ, ഇവരഥവാ വിറ്റാലോ എന്റെ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു ഇവർ വിറ്റാ എന്റെ കച്ചവടം കൂട്ടിപ്പോകും. അത് വെച്ച് പറയാതിരുന്ന് മുന്നോട്ട് പോയ സമയത്ത് എന്റെ ഫ്രണ്ടിന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഫാസിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്, അവൻ എന്തോ ചെയ്യുന്നത് അതുപോലെ ഓന്റെ കൂടെ നിന്നിട്ട് ചെയ്യും. പെട്ടില്ലേ? ഞാൻ വെക്കുന്ന കച്ചവടം ചെയ്യുന്ന രീതിയിൽ ഇവ ഒരാൾ വന്നിട്ടുണ്ട്, നീ ചെയ്യുന്ന സംഭവം എനിക്കും ചെയ്യണം. ഞാൻ കൊന്നാലും പറഞ്ഞു കൊടുക്കുക. കാരണം എന്താ, എനിക്ക് വിറ്റ് എനിക്ക് പ്ലാൻ അറിയില്ല, പക്ഷെ എനിക്ക് പ്രൊഡക്റ്റ് വിറ്റ പ്രോഫിറ്റ് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്ത് ഞാൻ പ്രൊഡക്റ്റ് വെക്കുന്നുണ്ട് പറഞ്ഞ് ഞാൻ എനിക്ക് ഒരിക്കലും പറഞ്ഞില്ല. ഉമ്മ പറഞ്ഞ വെറുതെ പറഞ്ഞത് ഞങ്ങളുടെ കഥവാ ഓനോട് പറഞ്ഞത് ഒരു 10 ആളെ അറിയും അതുകൊണ്ട് പറയാനുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ സ്വകാര്യമായിട്ടാണ് എന്റെ വെക്കുക. ഞാൻ പറയുന്ന പോലെ വെക്കുകയാണെങ്കിൽ എനിക്ക് തരൂ. ഞങ്ങൾക്ക് എന്റെ വിചാരം ഈ പ്രൊഡക്റ്റ് വെക്കുക കച്ചവടം. ഞാൻ കണ്ടിന്യൂ ആയിട്ട് പ്രൊഡക്റ്റ് വെക്കും. അങ്ങനെ ഒരു ദിവസം ഇജാസ് സാർ എന്റെ നാട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയതാളല്ലേ. ഇജാസ് സാർ എന്റെ നാട്ടിൽ വന്നു, വോളിബോൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ വന്നു. അങ്ങനെ എന്നെ കാണാൻ വന്നു. ഞാൻ കാണാൻ വന്നപ്പോ നമ്മൾ കുറച്ച് ഗൗരവത്തില്, കാരണം എന്താ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ കാണാൻ പറ്റുന്നത് ശരിയില്ലല്ലോ. എന്നെ കാണാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ മസിൽ പിടിച്ചിട്ട് ചോദിച്ചു എന്താ കാര്യം ചോദിച്ചു. അപ്പൊ എന്നോട് പറയാ, ഒന്നും മസിലം പിടപ്പാ, ഞാൻ എന്നോട് ഒരു കാര്യം ചോദിക്കാണ്. ഞാൻ എന്താ കാര്യം പറയാന്നുണ്ട്. നീ നല്ലോണം പ്രൊഡക്റ്റ് വെക്കുന്നുണ്ടല്ലോ. ഞാൻ വീണ്ടും മേടിച്ചു. എന്നാ പ്രൊഡക്റ്റ് വെക്കുന്നിട്ട് ഞാൻ ഇവരോട് ആരോട് പറയാണ്ട ചെയ്യുന്നത്. അപ്പോ ഇവരിത് അറിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോ ഞാൻ ചിന്തിച്ചെന്നറിയോ, ഇനി ക്യാഷും കൂടി അവർക്ക് കൊടുക്കേണ്ടി വരും. അവർക്ക് ഇജാസിനും മുബാറക് സാറാ വന്നത്, ഇവർക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ഒന്നും വെക്കുന്നില്ല. അല്ല നമ്മളറിയാം നിങ്ങൾ പ്രൊഡക്റ്റിൽ ഉഷാറായിട്ട് വെക്കുന്നുണ്ടെന്ന് അറിയാം. ഞാൻ എന്നോട് പറഞ്ഞു പ്രൊഡക്റ്റിൽ ഉഷാറായിട്ട് വിറ്റോ. വേറൊരു കാര്യം പറയാനാ വന്നത്. ഞാൻ ചെന്ത് ഒന്നുമില്ല, നീ ഒന്ന് കൊച്ചിയിൽ തേവരിൽ വരാൻ പറ്റുമോ? ഞാൻ ചതയുടെ സ്ഥലം ചോദിച്ചു. നമ്മളാകെ കൊച്ചി കണ്ടത് എയർപോർട്ടിലേക്ക് പോയത് ഏട്ടനെ കൊണ്ടാക്കാൻ പോയ സമയം എന്റെ ഓർമ്മയിലുള്ളൂ. വേറെ നമുക്ക് കൊച്ചിയൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടില്ല. പിന്നെ അവിടുന്ന് പോയ കഴിക്കുന്ന നേരെ നാട്ടിലേക്ക്. പക്ഷേ തേവര എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞു, അന്നൊരു മുബീൻ സാർ എന്ന വ്യക്തിന്റെ ഒരു വലിയൊരു പ്രോഗ്രാം RTP എന്നൊരു പ്രോഗ്രാം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് ഞാനൊന്നും മെയിൻ്റെ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഗ്രൗണ്ടിലേക്ക് എത്തണം, നിങ്ങൾക്ക് തിരിച്ച് അതേപോലെ ഇവിടെ എത്തിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വരാമെന്ന്. അപ്പോഴും പറഞ്ഞു എനിക്ക് കളിന്റെയാണോ പ്രശ്നം ചോദിച്ചു. ഞാൻ ആ കളിന്റെ പ്രശ്നമാണ്. അപ്പോഴും പറഞ്ഞു ഇതിനേക്കാൾ സൗകര്യമുള്ള സ്ഥലമാണ് എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് കാണിച്ച സ്വിമ്മിംഗ് പൂൾ കാണിച്ചു തന്നത്, ഷട്ടിൽ കോർട്ട് കാണിച്ചു തന്നത്, ഫുട്ബോൾ കോർട്ട് കാണിച്ചു തന്നത്, എന്താ പറയുക എല്ലാം കാണിച്ചു തന്നത്, അവിടെ താമസിക്കുന്ന ഫെസിലിറ്റി പോലെ കാണിച്ചു തന്നത്. ശരിക്കും പറഞ്ഞത് വിളിച്ചുകൊണ്ടത് ഒരു RTP എന്നുള്ളത് ഞാൻ അറിയില്ലായിരുന്നു. പക്ഷെ എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയത്. പക്ഷെ അന്ന് കൊണ്ടുപോയ സമയത്ത് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരണമല്ലോ, 3 ആളെ കൂട്ടിട്ട് ചോദിച്ചു. എന്നോട് പറഞ്ഞു 3 ആളെ കൂട്ടിക്കും. ഞാൻ 3 ആളെ കൂട്ടി. ഞാൻ അന്ന് പോകുന്നത് ഫുള്ള് ബാഗിൽ ഫുള്ള് JC നിറച്ചിട്ട് പോകും. എന്തിനാ അടുത്ത് കളി തുടങ്ങാൻ വേണ്ടി. അവിടെ എത്തി, ആ സ്ഥലത്തെത്തി, ഞാൻ ബൂട്ടൊക്കെ എടുത്ത് വന്ന് എല്ലാം സെറ്റായി നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തി അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഇന്റർനാഷണൽ ടീമിൽ ഇന്ന് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് നിൽക്കുന്ന, അന്ന് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ അല്ലെങ്കിൽ നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് നിന്ന ആ വ്യക്തി നമുക്കറിയാം. നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന സുലഭമാണെന്ന് നമുക്കറിയാം. എന്നാലും കുറച്ച് സനൂപ് സാറിനെല്ലാം അറിയായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ബിജോഷ് മാത്യു സാർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവിടെ എന്റെ പ്രൂഫൊക്കെ വാങ്ങാൻ വേണ്ടി അദ്ദേഹം മുന്നിലുണ്ട്. ഞാൻ വെച്ചാൽ ആ ഹോസ്റ്റലിൽ ആര് വന്നു. ഞാൻ പറഞ്ഞു എത്ര മണിക്ക് കളി തുടങ്ങുന്നു പറഞ്ഞു. കളി തുടങ്ങുന്നതിന് മുമ്പ് കോച്ചിങ് ക്ലാസ് ഉണ്ട്. കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കോച്ചിങ് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഹാളിൽ പോയിട്ടിരിക്കുന്നത്. ഞാൻ പോയപ്പോൾ 200 ചില്ലറ ആൾക്കാർ, അതിൽ ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ഇതെപ്പോ എനിക്ക് കളി കിട്ടുന്നതാണ്. അപ്പൊ നാട്ടിൽ പോയാൽ തന്നെ ഒരു ഗ്രൗണ്ടിൽ വോളിബോൾ കളിക്കാണെങ്കിൽ 7 കളിക്കുന്ന സ്ഥലത്ത് അതിൽ ഒരാൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആടെ കയറി ഇരിക്കാൻ ആൾക്കാർ പുറത്തുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക 200 ചില്ലറ ആൾക്കാരുടെ ഇടയിൽ ഏടെ കളിക്ക് കളി കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ആരോ ഒരാൾ പറഞ്ഞ് ഫ്രണ്ടിൽ പോയിട്ട് ഇരുന്ന കളിവേ കിട്ടും. ഓടിപ്പോയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ഇരുന്നു. നമ്മൾ പറയില്ലേ 2,10,000 ആയിരിക്കും വേണമെങ്കിൽ ഫ്രണ്ടിൽ പോയിട്ട് ഇരിക്കും, നമ്മളങ്ങനെ പറയല്ലേ. പക്ഷെ എന്നോട് അന്ന് പറഞ്ഞത് ഫ്രണ്ടിൽ പോയിട്ടിരുന്ന കളി. ഞാൻ നോക്കിയില്ല, കാരണം ഞാൻ ഹൈറ്റിലും കുറവുണ്ട്. എന്റെ കൂടെ വന്ന 2 നല്ല ഹൈറ്റ് ഉണ്ട്, ഞാൻ ഹൈറ്റ് കുറവ്. അപ്പൊ എന്നെ കൂടെ വന്ന വ്യക്തിക്ക് കിട്ടുന്ന എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ പോയിട്ട്, ഞാൻ ഫ്രണ്ടിൽ പോയിട്ടിരുന്നു. അന്ന് ആ ഗെയിമില് ഞാനായിരുന്നു ക്യാപ്റ്റൻ. എനിക്കൊന്നും അറിയില്ല. പോയിട്ട് അവിടെ ഇരുന്നപ്പോ എന്റെ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. എന്റെ ടീമിന്റെ ഗാലക്സി പേര് എല്ലാം പറഞ്ഞു. എല്ലാം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്
ഞനക്കിതാണെങ്കിൽ ഇവരുണ്ട് ലക്ഷങ്ങളെ കഥ പറയുന്നത്. ഈ RTPക്ക് ഇങ്ങനെ ലക്ഷങ്ങളെ കഥ പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളൂലോ. ഞാൻ പെട്ടെന്ന് വാട്സാപ്പിൽ എന്റെ ചങ്ങായിനോട് പറഞ്ഞ് നമുക്ക് മുങ്ങിയാലോ. നമ്മളങ്ങനെയാണല്ലോ, ഏത് സ്ഥലത്ത് ഇപ്പൊ സ്കൂളാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത സമയം നമ്മളെ മുങ്ങും. നമ്മളെ പരിപാടി നോക്കട്ടെ. ഇപ്പൊ +2 പഠിക്കുന്ന സമയത്ത് കൂടുതൽ പാസ്സാകാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, പടത്തിനെല്ലാം പോകും. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളെ മാർക്കെല്ലാം അങ്ങ് തീരും. അതേപോലെ ഇതിലും അതേപോലെ മുങ്ങാൻ നോക്കിയ സമയത്ത് മറ്റോൻ പറഞ്ഞ് ക്ലാസ്സിലെ ട്രെയിൻ 5:30 മണിക്കേ ട്രെയിൻ ഉള്ളൂ. അപ്പൊ വൈകുന്നേരം വരെ ഇരിക്കണം മനസ്സിലായി. അപ്പൊ വേറൊരുത്തൻ പറഞ്ഞ് അവിടെ പാത്രത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഫുഡ് എന്തോ ഉണ്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെ ആദ്യം പിടിച്ചിരുന്നു. ഫുഡ് പിന്നെ നമുക്ക് എന്ത് കിട്ടിയില്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യമാണ് ഫുഡ്. ഫുഡ് തീരുമാനം എടുത്തപ്പോൾ ഞാൻ ആദ്യം ഒന്നും കൂടി ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വെറുതെ നമ്മൾ കസാലമേൽ വന്ന് ആദ്യം ഇരുന്നു. നിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് ശേഷം ഫുഡ് നല്ല ഫിറ്റായി അടിച്ചതിനെ പിന്നെ എങ്ങനെ ഉണ്ടാവും, നോക്കണ്ട, കടത്ത് ഉറപ്പാന്ന് ഉറക്ക് വരുന്നു. പക്ഷെ ആ ഉറക്ക് വരുന്ന സമയത്ത് ഒരു വ്യക്തി സ്റ്റേജിലേക്ക് ഇരുന്ന് ആ വ്യക്തി പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. ആ വ്യക്തി പറഞ്ഞ ഒറ്റ കാര്യം, ഞാൻ കണ്ണൂർ സ്വദേശിയാണ്, എന്റെ പേര് ഇല്ല, ഞാൻ കണ്ണൂർ സ്വദേശിയാണ്, ഞാൻ പഠിച്ചത് 7ാം ക്ലാസ് മാത്രമാണ്, എന്റെ ആഴ്ച വരുമാനം 2,10,000. ഞാൻ നോക്കി, ഞാൻ +2 വരെയും പഠിച്ചിട്ടുണ്ട്. ചങ്ങായി പഠിച്ചതോ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ചങ്ങായി പറഞ്ഞു ഞാൻ കണ്ണൂർ സ്വദേശിയാന്നും കൂടി പറഞ്ഞു, ഞാൻ എന്റെ നാട്ടിൽ തന്നെ. അവൻ കൂട്ടി ഇപ്പൊ കുറച്ചും കൂടി ഹാപ്പി. ആ വ്യക്തി പറഞ്ഞത് എന്റെ പേര് സോമകുമാർ സാറാണ്. ഇത് കേട്ട ഉടനെ ഞാൻ എണീച്ചു പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയിട്ട് അനക്കും കിട്ടും, വേറൊന്നും ഞാൻ പറഞ്ഞില്ല. ഇങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എനിക്കും കിട്ടും. അപ്പൊ എന്നോട് ചോദിച്ചു എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കണ്ണൂരാണ്, നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ്, തൊട്ടിപ്പറാണ്. നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളും പല നാട്ടിലുള്ളവരായിരിക്കാം. സ്വന്തം നാട്ടിലുള്ള ഒരു വ്യക്തി വേറൊരു ജില്ലയിൽ നിന്ന് കണ്ടുമുട്ടി എങ്ങനെയുണ്ടോ, സ്വന്തം അയൽവാസിയായിട്ട് നിൽക്കുന്ന എപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിനെ പെട്ടെന്ന് എവിടുന്ന് കാണുന്നു, നിങ്ങൾ വേറൊരു ജില്ലയിൽ നിന്നോ അല്ല വേറൊരു നാട്ടിൽ നിന്ന് നമ്മൾ കാണുന്നു, നീ എന്താ ഈടാൻ ചോദിക്കൂലേ. അതേപോലെ കണ്ണൂരുള്ള ഒരു വ്യക്തി ഈട വന്നപ്പോ സമയത്ത് എന്നോട് ചോദിച്ചു നീ എവിടെയെന്ന് ചോദിച്ചപ്പോ ഞാനും സന്തോഷം. കാരണം കണ്ണൂരുകാരെ കാണുമ്പോൾ നമ്മൾ കുറച്ച് സംസാരിക്കൂലേ, കുശലം പറയൂലേ. എന്നെ സ്റ്റേജിൽ വിളിച്ചു, ഞാൻ ആ ടീമിന്റെ ലീഡറാണ്, എന്നെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് കിട്ടിയ അനക്കും കിട്ടും, വേറൊന്നും നമുക്കറിയണം. പക്ഷെ എനിക്ക് സംശയം എന്നറിയാം, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രൊഡക്റ്റ് വെക്കുന്നുണ്ട്, വിറ്റിട്ട് 3,000 അപ്പുറം ആയില്ല. പക്ഷെ ഈ ചെങ്ങ സ്ക്രീനിൽ കാണിച്ചു തന്ന ഫുള്ള് അഥവാ സ്ലൈഡിൽ കാണിച്ചു തന്നത് ഇയാൾക്ക് എല്ലാ ആഴ്ചയും 2,10,000 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര അടക്കണം, 30,000 കച്ചവടം നടക്കണം. ഞാൻ എങ്ങനെ മുക്കിലിട്ടടിച്ചിട്ടും എനിക്ക് 30,000 ആക്കാൻ കഴിയില്ല, അത് ഉറപ്പാ. എന്റെ സംശയം അന്നത്തെ രാത്രി, അന്നത് അവിടെ സ്റ്റേ ചെയ്ത ദിവസമായിരുന്നു. ഞാൻ ഇജാസ് സാറോട് പറഞ്ഞു, ഇജാസ് സാറെ ഞാൻ എനിക്ക് കിട്ടൂന്ന് പറഞ്ഞുപോയി, ഇനി എനിക്ക് വാങ്ങിയില്ല നഷ്ടമാണ്, അതുകൊണ്ട് സത്യമായിട്ട് ചോദിക്കുക ഈ ചെങ്ങ ഏടെ പോയിട്ട് വിൽക്കുന്നു പറഞ്ഞു തരുമോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ വിറ്റിട്ട് കച്ചവടമായിട്ട് ഇത്തിരി ആവുന്നില്ല. ഈ ചെങ്ങായി, കാരണം ഈ ചെങ്ങായി വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഈ ചെങ്ങായിക്കുള്ള പണി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 7-8 ലോറി ഉണ്ട്. ഈ സോമകുമാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് 8-9 ലോറി ഉണ്ട്. അപ്പൊ ഈ ലോറിയിൽ വെച്ചിട്ട് പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടോ എന്ന് സംശയം. കാരണം എന്റെ നാട്ടിൽ പല ഫ്രണ്ട്സിന്റെ അടുത്ത് പോയ, അല്ല ഉമ്മമാരുടെ അടുത്ത് പോയ സമയത്ത് ഫാസിൽ ഇവിടെ സാധനം വേണ്ട ഇവിടെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മളെ സോമകുമാർ സാർ ചിലപ്പോ ആടെല്ലാം വന്ന് വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഈ കുറച്ച് കഴിഞ്ഞപ്പോ ഇജാസ് സാറിന്റെ തലക്കൂക്കിട്ട് ഒരു അടി വന്നിട്ട് പറഞ്ഞു, ഇതായിരുന്നു എന്നോട് ക്യാപ്റ്റൻ മള പറഞ്ഞ് നീ പറയുന്നത് പറയാൻ വരെ വിട്ടിട്ടില്ല. നമ്മൾ ഒന്നും കൂടി പറയുന്നു. അങ്ങനെ സത്യൻ സാറും നമ്മളെ മുബാറക് സാറും ഇജാസ് സാർ എന്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു, ഫാസൽ ഇതൊരു പീപ്പിൾ ഫ്രാഞ്ചൈസി ബിസിനസ് ആണ്, ഇത് ഡെവലപ്മെന്റ് ചെയ്തതിനാൽ നീ ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളെ മലബാർ ഗോൾഡ് പോലെ ഇതൊരു ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യുന്ന പോലെ നീ ഒരു ഫ്രാഞ്ചൈസിയാണ്, നിന്നെ ത്രൂ എത്രത്തോളം ഷാഗുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ നടക്കുന്ന കച്ചവടം എനിക്ക് വലിയൊരു കച്ചവടമായിട്ട് മാറും. അതൊന്നും പറയാനൊന്നും പൊരുത്തമില്ല. ഓരോന്നിനും ഉദാഹരണം വെച്ച് പറഞ്ഞപ്പോ എനിക്കെല്ലാം കത്തി. ഞാൻ തീരുമാനം എടുത്ത് എന്ത് വില കൊടുത്ത് നാട്ടിൽ, കാരണം നാട്ടിൽ നിന്ന് പറഞ്ഞാൽ എന്റെ നാടാട്ടിൽ അറിയുന്ന എന്റെ ഫ്രണ്ട്സ് അറിയുന്ന എല്ലാ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരെ അച്ഛന്മാരായിക്കോട്ടെ, എല്ലാവർക്കും എന്നെ അറിയാം. കാരണം അങ്ങനെ പെരങ്ങുന്ന വ്യക്തി അങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ നാട്ടില്. അങ്ങനെയുള്ള വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് എന്റെ നാട്ടിൽ പോയി നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ എറണാകുളത്ത് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് റെയിൽവേ ട്രാക്ക് കണ്ടപ്പം തന്നെ എന്റെ കണ്ണ് തള്ളി. കാരണം 2 ബോഗിൽ അറച്ചു ആള്. ഞാൻ ചിന്തിച്ചത് നാട്ടിലെത്തുന്നതിന് മുമ്പ് 2 ബോഗിലുള്ള ആൾക്കാർ എന്നെ ടീമിലാക്കണം, വേറെ ഒന്നും ഞാൻ ചിന്തിച്ചു. കാരണം ഓർഗനൈസേഷൻ വണ്ടി ഇപ്പുറത്തുള്ള ബോഗിലുള്ളവർ 2 പേര്. ഞാൻ ഒരുത്തരം പറഞ്ഞു നീ ആ കാറ്റലോഗ് എടുത്ത് അങ്ങോട്ടേക്ക് നടന്നു, ഞാൻ ഇങ്ങോട്ട് നോക്കാം. കാരണം എന്താ, എല്ലാവരും എന്റെ കൂടെ വന്ന് ഞങ്ങൾക്ക് 2,10,000 കിട്ടുമല്ലോ, ഇതെല്ലാം ചെയ്യേണ്ടെന്ന് മനസ്സിലാക്കിയാലോ. ഞാൻ ആദ്യം ഒരാൾക്ക് പോയിട്ട് ഒരു പേഴ്സ് വെക്കുന്ന ഞങ്ങൾക്ക് ഇത് കാര്യം പറഞ്ഞു കൊടുക്കാൻ പോയി. കേട്ടോ, നിങ്ങൾ ഇത് പേഴ്സ് ഒന്നും വെക്കണ്ട, നിങ്ങൾക്ക് ആഴ്ചക്ക് 2,10,000 കിട്ടും സംഭവം നിങ്ങൾ കേൾക്കുക. അപ്പോൾ എനിക്കിന്ന് വട്ടായിരുന്നു എന്നോട്.
ഞാൻ പറയാൻ പറ്റുന്ന തീരുമാനം എടുത്ത് കാരണം നമ്മൾ വിചാരിച്ച എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാല് പാവം ഇങ്ങനെ കഷ്ടപ്പെടുന്നതിനെക്കാട്ടും അദ്ദേഹത്തിന് ഈ 2,10,000 കിട്ടുന്ന സംഭവം പറഞ്ഞോട്ടാ പോലെ ഇതിനെല്ലാം നല്ലത്. ചങ്ങായി എന്നോട് എടുത്ത് വയ്ക്കുക എനിക്കത് വട്ടായിരുന്നു. അയാളോട് പിന്നെ ഒന്നും പറയാൻ കഴിയില്ല. വേറൊരു ഉസ്താദ് ഒരു അത്തർ വെക്കുന്ന ഉസ്താദിനോട് ഉസ്താദെ നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട, അത്തറൊന്നും വെക്കണ്ട, ആഴ്ചക്ക് 2,10,000 കിട്ടും സംഭവമുണ്ട്, നിങ്ങൾ എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ചോദിച്ചു. മോനെ ഇത് ആദ്യം ഇത് വിറ്റുതരാൻ പറ്റും നോക്കുന്നതാണ്. അയാൾ എന്നെ തള്ളി. അപ്പൊ നമുക്ക് മനസ്സിലായി ആരും ഇത് കേൾക്കൂല നമ്മൾ പറയുന്നത്. അപ്പൊ എന്റെ ഉള്ളില് ഒരു നമ്മൾ എന്താ പറയാ ഈ RTP എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഒരു പവർ ഉണ്ടാവും. കാരണം അത്രയും നമുക്ക് ശക്തിയോടെ എന്തോ സംഭവം എന്തോ നമ്മളെ മറ്റേ മിസ്റ്റർ ബീൻ ആയ പോലെ പിന്നെ എല്ലാം സെറ്റായ പോലെ നമുക്ക് തോന്നുന്നു. അല്ലോ എന്താ പറയാ ഇതായ പോലെ. പക്ഷേ നാട്ടിലെത്തിയിട്ട് എന്റെ ഫ്രണ്ടിന്റെ പേര് ക്യാരം ബോർഡ് കളിക്കുന്നത് സ്റ്റേക്കർ ഏതോ ക്യാരം ബോർഡ് തൊട്ടാകുമ്പോൾ നോക്കുമ്പോൾ സ്റ്റേക്കർ ഞാൻ പിടിച്ചിട്ട് ആർക്കൊക്കെ 2-10 ചോദിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞ സ്റ്റേക്കർ അവിടെ വെച്ചത് 2 അടി കിട്ടും അവിടെ വെച്ചു. സ്റ്റേക്കർ അടിച്ച് അവരും എന്നെ നിരുത്സാഹപ്പെടുത്തിയപ്പോ ഇത് ഞാൻ ആരോട് പറയണമെന്ന്, കാരണം നമുക്കൊരു കാര്യം കിട്ടിയിട്ട് ഒരാളോട് ഷെയർ ചെയ്യേണ്ടത് അതായത് എന്റെ മൈൻഡില്. പക്ഷേ എന്നോട് എന്റെ ഫ്രണ്ട് പറഞ്ഞ ഒറ്റ കാര്യമായിരുന്നു, ഫാസിലെ നീ ഇത് പറയാൻ വന്ന് എനിക്ക് അടി കിട്ടും. അപ്പൊ ഇതാരോടെ പറയണ ഇനി ആരോട് പറയാനില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മൂത്ത ഏട്ടന്റെ ചെങ്ങായിണ്ട് എന്നൊരു വ്യക്തി. ആ വ്യക്തിനോട് ഞാൻ പറയാൻ പോയി. അപ്പൊ ആ വ്യക്തി എന്നോട് പറഞ്ഞത് ഫാസിൽ നീ ഇതിപ്പോ കേൾക്കുന്നു ചോദിച്ചോട്. എന്നിട്ട് ഇതാ ഫാസിൽ മോനെ ഇതെല്ലാം പണ്ടേ പറഞ്ഞു എനിക്ക് അറിയുന്നറിയില്ല. പണ്ട് RMB എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ആംവേ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എനിക്കാണെങ്കിൽ യാതൊരു ബന്ധമില്ലാത്ത കാര്യം എന്നോട് പറയുന്നത്. ഞാനൊരാണെങ്കിൽ ആദ്യം കേൾക്കുന്ന കാര്യം പറയും. പക്ഷെ ഇവരൊക്കെ എന്നോട് കുറേ ഉപദേശം, ഇതെല്ലാം മേലേലോണ് കിട്ടുന്ന സംഭവമാണ്, അതുകൊണ്ട് ഇനി വെറുതെ ഒന്ന് ടൈം കളയണ്ട. ഒരു ഉപദേശം കിട്ടിക്കാൻ നമ്മൾ തള്ളണോ? പിന്നെ നമ്മൾ ഉപദേശം കിട്ടിയോണ്ട് നമ്മൾ ഏട്ടന്മാർ ചങ്ങായിമാർ പറയുമ്പോൾ പിന്നെ ഉപദേശം ഒരിക്കലും മോശമാക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ, നന്നായിക്കോട്ടെ വെച്ചിട്ട് പറയുന്നതായിരിക്കുമല്ലോ. ഞാനത് കേട്ട് സുല്ല പോലെ കേട്ടിരുന്ന്, കാരണം അതുവരെ RTPക്ക് പോയ പവർ പോലും അവർ പറയുമ്പോഴേക്ക് അങ്ങനെ ബലൂണിന്റെ കാറ്റ് അതിനോട് തീർന്നു. പിറ്റേ ദിവസം ഇജാസ് സാർ എന്നെ ഫോൺ വിളിക്കും, ഞാൻ ഫോൺ എടുക്കൂല. കേട്ടിരിക്കുന്ന പലയാളം തന്നെയല്ലേ തുടക്കത്തിൽ എങ്ങനെയാ വിളിച്ചാൽ ഫോൺ എടുക്കുക. അത്രയും പേര് ചങ്ങായിരിക്കും. പക്ഷെ ചോപ്പ് സ്വിച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ മൈലേച്ചർ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ള ചോപ്പ് സ്വിച്ച് ആയിരിക്കും. എന്തുകൊണ്ടാ? കാലമാഴത്ത് വിളിക്കുന്നുണ്ട്, ഏതോ മീറ്റിങ്ങിന് വിളിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിന് വിളിക്കുന്നതായിരിക്കും. ഇതേപോലെ ഞാനും ഒഴിവാക്കി കള്ളി മാറ്റി നിൽക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എത്ര വിളിക്കുമ്പോൾ നമ്മൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കും. അങ്ങനെ ഞാൻ ഇജാസാറെ വിളിച്ച സമയത്ത് ഒന്ന് അറ്റൻഡ് ചെയ്ത സമയത്ത് ചോദിച്ചു ഫാസർ നീ എവിടെയുള്ള? ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ ഇവിടെയല്ല ഉള്ള, എനിക്ക് നല്ലോണം പനിയായിട്ട് സൈഡായിട്ട് ഞാൻ വീട്ടിൽ കടന്നു തുടങ്ങിയെന്ന്. ഞാൻ പറഞ്ഞു അതാ അന്നേരം ഇജാസാർ പറയാ ഞാൻ ഇന്ന നാട്ടിലുണ്ട്, ഞാൻ ക്യാരം ബോർഡിന്റെ അടുത്ത് നിന്ന് എണീക്കുന്നു, ഞാൻ അവരുടെ ഷെൽട്ടറിൽ ഒന്നിച്ചിട്ടുണ്ട്, എന്നെ കണ്ടിട്ട് വിളിക്കുന്നു. അങ്ങനെ ഞാൻ അവരെ കൂടെ ഒന്നും അന്നെ പൂച്ചനെ പിടിക്കുന്നവരെ പിടിച്ചിട്ട് എന്റെ വണ്ടി കൊണ്ടിട്ട് വെച്ച് ഫാസിൽ എന്താ പ്രശ്നം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല സാറേ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് ഇത് ഉടായിപ്പാന്ന്, എന്റെ ഏട്ടന്മാർ ചങ്ങായിമാരും പറയുന്നത് ഇത് തട്ടിപ്പാന്ന് പറയുന്നത്, ഇത് പോലീസ് പിടിക്കുന്നില്ല പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെല്ലാം പറഞ്ഞപ്പോ എനിക്ക് ഇത് ചെയ്യണമെന്നൊരു തോന്നലില്ല. അപ്പൊ ചോദിച്ചു നിങ്ങൾ കോവിഡ് സമയത്തായിരിക്കുമല്ലോ വാക്സിൻ തന്നെ കേട്ടിട്ടുണ്ടാവുക. ഞാൻ കേട്ടത് അന്ന് ഇജാസാറെ വായിന്നാണ്. ഇജാസാർ എന്നോട് പറഞ്ഞത് ഫാസിൽ എനിക്കാരാ വാക്സിൻ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ഇവരെല്ലാം പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഫാസിലെ ഇത് നാട്ടിലിരിക്കുന്ന ഒരു വ്യക്തി പ്രോഗ്രാമിന് വന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നാട്ടിൽ വരുന്ന ഇതുവരെ വന്ന ആടെ ഇരിക്കുന്ന ഒരു വ്യക്തിയും പ്രോഗ്രാം ഇല്ല. പക്ഷെ അവർ കണ്ട പോലെ പറയുന്നത് എന്നാ അവിടെ ഒരു ചൂട്ടെല്ലാം ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് നിന്നിട്ടില്ല എന്നിട്ട് മൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതേപോലെ അവര് മറ്റേ സിനിമയെ കണ്ട പോലെ കഥ പറയുന്നല്ലേ പറയുന്നു. ഞാൻ പോയി കണ്ടത് ഇവർ കാണാണ്ട് പറയുന്നു. അപ്പൊ എനിക്ക് സംശയം വന്നു ഇവരെങ്ങനെ പറയുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഫാസിലെ അറിവുള്ളവരുടെ നാട്ടിലുണ്ടാവും, അറിവുള്ളവര് നിന്റെ നാട്ടിലുണ്ടാവും. ഉദാഹരണത്തിന് പറയാൻ ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളും ഞാൻ +2 പാസ്സല്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളും ഡിഗ്രിയും BCom എല്ലാം എടുത്തവരെല്ലാം ഉണ്ടാവും, സാധാരണക്കാരെല്ലാം ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരും ഉണ്ടാവും. ചിന്തിക്കണേ, എന്നോട് പറഞ്ഞൊരു കാര്യം, എന്റെ നാട്ടിൽ ചിലപ്പോൾ ഇന്നാക്കാണ്ട് അറിവുള്ളവരെല്ലാം ഉണ്ടാവും. പക്ഷെ തിരിച്ചറിവ് എന്നൊരു കാര്യം, ഒരു കാലഘട്ടത്തിന് ഒരു ബിസിനസ് ഉണ്ട്, അല്ല ഒരു കാലഘട്ടത്തിന് ഒരു മാറ്റമുണ്ട്. ഉദാഹരണത്തിന് പറയാണ് ഇവിടെ ഇരിക്കുന്ന ഇത്തിരി എന്റെ ഈ സ്ക്രീനിൽ കാണുന്ന കുറച്ച് ലീഡേഴ്സിനെ എനിക്ക് പറയാം, നിങ്ങളൊക്കെ കണ്ടൊരു സാധനം ഉണ്ട്, ₹1 ഇട്ടിരിക്കുന്ന കോയിൻ ബൂത്ത് അറിയില്ലേ? ₹1 ഇട്ടിട്ട് നമ്മൾ വിളിക്കുന്ന കോള് നമ്മൾ എന്റെ അറിവ് ഞാൻ ബാംഗ്ലൂരിൽ നല്ല യൂസ് ചെയ്യുന്നതാണ്, കാരണം അവിടെ പണിക്ക് വെക്കുമ്പോൾ ഇടും. പക്ഷെ ഇന്നത്തെ തലമുറയോട് ₹1 ഇട്ടിട്ട് കോയിൻ ബൂത്ത് ഉണ്ട് തന്നെ അവർക്ക് അറിയാവോ? അവരറിയില്ല. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, CD പ്ലെയർ അല്ലെ, പണ്ടൊരു സിനിമ പഠിക്കുന്ന സിനിമ കാണിക്കല് CD ഇത്ര CD ഉണ്ടോ, ആ CD എടുത്ത് കിട്ടിയ ഒരു ഫിലിം കഴിയുണ്ടെങ്കിൽ ഒരു ഫിലിമല്ല ഒരു ഇന്റർവെൽ വരെ ഒരു ഇത് കഴിയുണ്ടെങ്കിൽ അതൊരു ഭാഗം തന്നെ 2 ഭാഗമായിട്ട് 2 കാസറ്റ് ആയിരിക്കും ഉണ്ടാവുക. അറിയോ CD പ്ലെയർ?
നിങ്ങളെല്ലാം ഇതിലെല്ലാം കാണണ്ടേ, നമ്മളെല്ലാം കണ്ടത് എന്റെ ചെറുതിൽ എന്റെ ഓർമ്മയിൽ അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇന്ന് അത് എടുത്ത് നടന്ന് എന്തായിരിക്കും പറയാ, പൊട്ടം പോതാന്നറിയോ അല്ലെ. ഇന്ന് BCRന്റെ മറ്റേ സാധനം എടുത്തിട്ട് CD പ്ലെയർ ആ മറ്റേ സാധനം എടുത്തിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ CD എടുത്ത് അപ്പോഴും പറയും എന്ത് പൊട്ടം പോതാ. കാരണം എന്താ, ഇന്ന് ടെക്നോളജി വളർന്നുകൊണ്ടേയിരിക്കുക. കാരണം ഇന്ന് പെൻഡ്രൈവ്, മെമ്മറി കാർഡ് അങ്ങനെയുള്ള സംഭവത്തിലേക്ക് മാറിയിട്ട് ഒരു ഫിലിം കൊള്ളുന്നിടത്ത് 500 സിനിമ കൊള്ളുന്ന ടെക്നോളജിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ബഹുദൂരാണ് നമ്മളെ ലോകം നടന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ പണ്ട് പറയുകയാണെങ്കിൽ ലോകം വലുതാന്നാ പറയാ, പക്ഷെ ഇന്ന് പറയുന്നത് ലോകം ഒരു കൈക്കുഴിയിലേക്ക് ആക്കി മാറി. കാരണം എന്താ, എല്ലാ നെറ്റ്വർക്കിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യും. കാരണം ഇന്ന് ലോകത്തുള്ള ഏത് ആൾക്കാരെ നമുക്ക് വിളിക്കുന്ന രീതിയിലേക്ക് മാറി. ഇങ്ങനെ ഇപ്പൊ സ്കൈപ്പ് ഉണ്ട് അല്ലെ, വാട്സപ്പ് ഉണ്ട്, അങ്ങനെ പലതും വന്ന് നോക്കുമ്പോൾ നമുക്ക് ഏടുള്ള നമ്മളെ ഫാമിലിയിൽ നിന്ന് ഏത് വ്യക്തി ഏത് രാജ്യത്തേക്ക് പോയാലും ഏത് രാജ്യം അവരെ വിളിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു ട്രാൻസ്ലേഷൻ നമ്മളെ കൈമിൽ കിട്ടും. പണ്ടൊക്കെ ഒരു വിളിക്കണ്ടിക്ക ഒരു കത്ത് എഴുതണമെന്നാ പറയുക. എന്റെ ഉമ്മേനെ പറയുക, എന്റെ ഉപ്പേനെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ഏതോ ഒരാഴ്ച മുമ്പ് ഏത് കത്ത് എത്തുന്ന അവസ്ഥ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മളെ ടെക്നോളജിന്റെ വളർച്ച മാറി മാറി വന്ന ഇന്നിട്ട് ഇരിക്കുന്ന നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യമാരെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി എത്തിയിട്ടുണ്ട്. ഞാനും നിങ്ങൾ എത്തിയത് അങ്ങനെ ഈ മൈലേഴ്സുള്ള ഓപ്പർച്യൂണിറ്റി എത്തി. എന്തോ ദൈവ ആൾക്കാർ ഇത് പറയുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് മാറി നിന്നിട്ടുണ്ട്. കാരണം എന്താ, എന്റെ ബിസിനസ് എനിക്ക് വേറൊന്നും പറയാനില്ലേ, ഇത് നമുക്ക് നടക്കുന്ന പണിയല്ല എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് 6 വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പല വ്യക്തികളും എന്നെ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നത് ഫാസലിന്റെ ബിസിനസ് എങ്ങനെയുണ്ട്. കാരണം ഇന്ന് ഞാൻ ഇടിയിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കമ്പനിയുടെ കോർഡിനേറ്റ് ടീം കോർഡിനേറ്ററിലേക്ക് പോകാൻ പോക്കാണ്. നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് 7 കോടി ടേൺ ഓവർ മാച്ച് ചെയ്ത് കഴിഞ്ഞു. 7 കോടി ടേൺ ഓവർ മാച്ച് ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു 4 കോടി മാച്ച് ചെയ്താൽ തന്നെ 2 കോടി മാച്ച് ചെയ്താൽ തന്നെ നമ്മൾ എന്തായി, കമ്പനിന്റെ നാഷണൽ ടീം കോർഡിനേറ്റർ. ഇനി ഏതാനും ദിവസങ്ങൾ കോർഡിനേറ്റ് ടീം കോർഡിനേറ്റർ ഈ ഡിസംബർ കഴിയുമ്പോഴേക്ക് എന്റെ ബാങ്ക് കോർഡിനേറ്റ് ടീം കോർഡിനേറ്റർ ആയിരിക്കും. നിങ്ങൾ ചിന്തിക്കുക, ഈ ബിസിനസ് അന്ന് എന്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്നെ വേണ്ട എന്ന് പറഞ്ഞ ഇജാസാറെ മുന്നിൽ ഇന്ന് റോയൽ ബറ്റയിൽ തന്നെ ഒരു ഐഡിയയിൽ റീജിയണൽ ടീം കോർഡിനേറ്റർ, മറ്റൊരു നാഷണൽ ടീം കോർഡിനേറ്റർ ഒരേ ഒരു വ്യക്തി ഞാനാണ്. കാരണം അന്ന് ആ സമയത്തൊക്കെ ഒന്നും അറിയില്ല. കാരണം അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ലീഡേഴ്സ് എന്ന് പറയുന്നത് ജസീർ സാറും സിനാൻ സാറും അതുപോലെ തന്നെ മുഫീസ് സാറ് അതുപോലെ ഹിലാൽ സാറ്, അങ്ങനെ ഇവരൊക്കെ പഠിച്ച് വലിയ പ്രൊഫഷണലായിട്ട് പഠിച്ചിരിക്കുന്നവരാ. എന്ന് ഒരുപാട് പ്രൊഫഷണലായിട്ട് പഠിച്ചിറങ്ങിയ ലീഡേഴ്സാണ് അവരൊക്കെ. കാരണം വെച്ചാൽ അവരൊക്കെ ഡിഗ്രിയും BCom ഒക്കെ എടുത്തവരാ. ഞാനാണെങ്കിലോ +2 പാസ്സല്ല. ഇവരെ ഉള്ളിൽ എനിക്ക് നിൽക്കണ്ടെങ്കിൽ എന്തൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അവര് ചിന്തിക്കുന്നത് വലിയ ചിന്താഗതിയാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ഓരോ നമ്മളെ സനൂപ് സാറിന് അറിയായിരിക്കും, റോയൽ ബറ്റൽ പല ആളും പരിചയപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ചിന്തി, പക്ഷെ അവരെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് കട്ട ചായ ഇടയ്ക്ക് കുടിക്കണം. കാരണം എന്റെ തല അത്രത്തോളം വർക്ക് ചെയ്യില്ല. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇത്രയായി ചോദിച്ചാൽ, നമ്മൾ പറയില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചൊന്നുമില്ല, രാവിലെ കാക്കകൾ പറന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് പോകുന്നതാണ്. അതേപോലെ കാക്കകൾ അതേപോലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചു വരുന്നതാണ്. ശ്രദ്ധിച്ചില്ല? രാത്രിയും ആ വൈകുന്നേരം സന്ധ്യയാകുന്ന സമയത്തും രാവിലെ ഇപ്പൊ ഈ ഒരു സമയത്ത് കാക്കകളെല്ലാം പറന്നിട്ട് ഒന്നിച്ച് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ദേശാടന പക്ഷിയൊക്കെ പോകുന്നുണ്ടാവും. പക്ഷെ അതില് ഒരുപാട് കാക്ക എന്ത് ചെയ്യില്ല, ചിറകടിക്കൂല. ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടെന്നറിയാം, അവര് മറ്റുള്ളവരെ അടിക്കുമ്പോൾ അതിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ നിന്നോർത്താൽ മതി, പിന്നെ അങ്ങ് പറഞ്ഞോളൂ ഓട്ടോമാറ്റിക്കായി. ഞാൻ അവരെ കൂടെ സെന്ററിൽ നിന്ന് ഞാൻ അവരെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്നോർക്കും. വേറൊന്നുമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് ഒന്ന് ആവേശം ഉണ്ടാക്കാൻ, പിന്നെ ഒന്ന് ആവശ്യക്കാരൻ. ഈ 2 കാര്യം ഇന്ന് റോയൽ ബറ്റാലിയൻ എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ വോയിസ് എന്ന് വെച്ചാൽ അവർ എല്ലാം എന്റെ ടീമിന് കൊടുക്കാൻ പറ്റും, അതർ ടീമിന് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ബിലീഫ് എന്ന് വെച്ചാൽ എന്റെ എക്സൈറ്റ്മെന്റ് മാത്രം. ബാക്കിയൊക്കെ പരമായിട്ടോ നോളജ് പരമായിട്ടോ കൊടുക്കാൻ അവരുണ്ട്. ഇത് വേണ്ട ഒറ്റ കാര്യം പറയാ, ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ആകുമ്പോൾ പോലും എന്നെ സംബന്ധിച്ച് സന്തോഷം എന്ന് വെച്ചാൽ ഇന്ന് ഉപയോഗിക്കുന്ന ഏകദേശം പറയുകയാണെങ്കിൽ കമ്പനിയിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആദ്യം തുടക്കത്തിൽ എന്റെ കമ്പനിയുടെ ATC രംഗെത്തിയ സമയത്ത് ആദ്യം എന്റെ ഗോളായിരുന്നു ഒരു ബൈക്ക് വാങ്ങാൻ. 2.25 ലക്ഷത്തിന്റെ ബൈക്ക് ആദ്യം വാങ്ങി. അത് വെച്ച് എന്റെ നാട്ടിലുള്ള പല വ്യക്തികളും ഇത് 6 മാസം അല്ല 1 കൊല്ലം ഉണ്ടാവും, അതോടൊപ്പം കമ്പനി പൂട്ടി മോനങ്ങ് പോകും. 1 വർഷം കഴിഞ്ഞ ശേഷം കമ്പനിയുടെ STC ആയി. അതിനുശേഷം STC ആയപ്പോൾ ഒരുപാട് വ്യക്തികൾ എന്നോട് ചോദിച്ചപ്പോൾ ആ സമയത്ത് ആ DTC STC ആയ സമയത്ത് ഞാൻ ആദ്യമായി കമ്പനിയുടെ കൂടെ ദുബായ് കോൺഗ്രസ് അച്ചീവറായി. ചിന്തിക്കുക, ആ ദുബായ് കോൺഗ്രസ് അച്ചീവറാണ് എന്റെ ലൈഫിലേക്ക് പലതും മാറ്റിയത്. അന്ന് അവിടെ തീരുമാനിച്ച എന്റെ അക്കൗണ്ട് വരുമാനം ഇനി ഹൈയസ്റ്റ് കൂട്ടണം, അങ്ങനെ തീരുമാനിച്ചെടുത്തു. അങ്ങനെ അക്കൗണ്ട് വരുമാനം 2,10,000 വേണ്ടി ഓടിയ സമയത്ത് എന്റെ അക്കൗണ്ട് വന്നത് 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം വന്നു. ആ വരുമാനം കണ്ടപ്പോൾ എന്റെ നാട്ടിൽ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അവർക്കൊക്കെ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരുപാട് ആൾക്കാർ ഇതെന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ് സ്റ്റെപ്പായി ഓരോ വ്യക്തിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്റെ നാട്ടിൽ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു. ആ ദിവസം എന്റെ റാങ്ക്
റീജിയണൽ ടീം കോർഡിനേറ്റർ വിത്ത് സീലിംഗ് അച്ചീവർ എന്നൊരു പ്ലാൻ ചെയ്തു. അന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ വിത്ത് സീലിംഗ് അച്ചീവറായി സ്വന്തം പേരിൽ ഒരു 11 ലക്ഷത്തിന്റെ വണ്ടി വെന്യൂ കാർ ഇറക്കി. അന്ന് എന്റെ ഉമ്മ ഏറ്റവും വലിയ സന്തോഷം, അന്ന് എനിക്ക് 2,10,000 കിട്ടിയതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. എന്റെ നാട്ടിൽ നിന്ന് കിട്ടൂല എന്ന് പറഞ്ഞ പലയാളം മുന്നിൽ ഞാൻ കാണിച്ചു കൊടുത്തത് എന്റെ 2,10,000 വാങ്ങുന്ന ഫിഗറും അന്ന് എന്റെ കയ്യിലേക്ക് ആ താക്കോൽ ദാനം തരുന്ന എന്റെ ഉമ്മ എന്റെ കയ്യിലേക്ക് തരും. കാരണം ഉമ്മക്ക് ഏകദേശം പറയുന്നത് 10-70 വയസ്സ് മുകളിലായി. ആ ഉമ്മ എന്റെ കയ്യിലേക്ക് അന്ന് തരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയ വേറെ ഒന്നുമില്ല, 2,10,000 കിട്ടിയതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷം എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ കൈമിൽ, എന്റെ ഫാമിലി, എന്റെ ഉമ്മ എന്റെ കയ്യിലേക്ക് തരും. കാരണം എന്റെ ഉമ്മ ഒരുപാട്, എന്റെ മൂന്ന് ഏട്ടന്മാരുണ്ട്. നാട്ടിലുള്ള പല ഫ്രണ്ട്സും വന്നിട്ട് പറയും, ഫാസിൽ എന്തോ പോയിട്ട് പെട്ടിട്ടുണ്ട്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നാളെ പോലീസ് വരികയായിരുന്നു. വീട്ടിൽ വീട് എന്നിട്ട് പയ്യെ നമ്മളോട് പറയേണ്ടതാണ്. കാരണം നാട്ടിലുള്ള പല വ്യക്തിക്കും ഒന്നിച്ച് ഇരിക്കുകയും 11 മണി വരെ ഇരിക്കുന്ന ഞന്ന കിട്ടാണ്ടാവുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഒന്നിച്ചിരുന്ന് നമ്മളെ കുശലം പറയുന്നതും ഇങ്ങനെ എല്ലാത്തിനും ഒന്നിച്ച് കൂടുന്ന നമ്മളാ കിട്ടാണ്ടാവുമ്പോൾ പൊതുവെ പറയും മോയ്ക്കെന്തോ പറ്റിയിട്ടുണ്ടോ, ഓനെ നോക്കണം, അല്ലെ ഓനൊന്നും ഇപ്പൊ മെയിൻറ്റാക്കുന്നില്ല. അങ്ങനെ എന്റെ നാട്ടിൽ എന്നെ കാണാൻ പറ്റും, എന്റെ ഏട്ടന്മാർക്ക് കാണാൻ പറ്റില്ല. ഏട്ടന്മാർ ആരോട് പറയുന്നത്? എന്റെ ഉമ്മാനോട് പറയുന്നത്. ഉമ്മ വന്നിട്ട് ഡോർ തുറന്നു കഴിയുമ്പോൾ 12 മണിക്ക് കഴിക്കുമ്പോൾ നീ എന്തോ പോയിട്ട് പൊട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. എല്ലാവരും എന്നോട് ഏട്ടന്മാരിലതാ പറയുന്നത്, എന്താ സംഭവം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഉമ്മ, അവർക്കില്ല. അഥവാ 20-30 വർഷം ഗൾഫിൽ പോയി അധ്വാനിക്കുന്ന പല വ്യക്തിക്കും ഇല്ലാത്തത് ഒരു വെറും നിങ്ങളെ മോനായ ഇളയ മോനായ ഞാൻ ഒരു 3 വർഷം കൊണ്ട് മാറ്റി കാണിച്ചത്. അന്ന് അതേ പറഞ്ഞത് വാക്കാണ്. ആ വാക്കാണ് ഞാൻ എന്ന് തെളിയിച്ചു കൊടുത്തത്. ഇന്ന് 6 വർഷമായി. ഇന്ന് കമ്പനി നാഷണൽ ടീം വെന്യൂ കാർ വാങ്ങി, ബൈക്ക് വാങ്ങി, അതൊക്കെ എന്റെ കയ്യിലുള്ളവർ തന്നെ. ഞാൻ അടുത്ത വണ്ടിയും കൂടി വാങ്ങിയ 21 ലക്ഷത്തിന്റെ ഒരു ഇപ്പോൾ സ്കോഡ സ്ലൈവിൽ ഓടിക്കൊണ്ടിരിക്കുക. ഒന്നും ഇല്ലാത്ത ഞാന് ഇന്ന് എന്നെ സംബന്ധിച്ചത് എല്ലാം ഉണ്ടാക്കിയ ഈ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയ ഈ ഒരു കമ്പനി മൈലേജ് എന്നൊരു കമ്പനിയും ഈ ഒരു ടീമായ റോയൽ ബെറ്റ് എന്നൊരു ടീം എന്റെ കൂടെ ഉള്ളത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ലീഡേഴ്സും എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന പല, എനിക്ക് സനൂപ് സാറ് മാത്രമേ എനിക്ക് എന്നെ ഡയറക്റ്റ് വിളിച്ചത് കൊണ്ട് എനിക്ക് പരിചയമുള്ളൂ. ഞാനിപ്പോൾ പറയാം, ഞാൻ ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളും എനിക്ക് പറയാനുള്ളത്, എനിക്ക് വിജയിക്കാൻ പറ്റിയത് ഒറ്റക്കാരായിരുന്നു. ഒന്ന് ആവേശം കൊണ്ട് മാത്രം, പിന്നെ ഒന്ന് ആവശ്യക്കാരൻ. ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളും ഞാൻ പറയാം, നിങ്ങൾ ആവശ്യക്കാരാണോ എങ്കിൽ നിങ്ങൾ അതിന് ആവേശം കാണിച്ചേ പറ്റും. നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ, ആവശ്യക്കാരനല്ലെങ്കിൽ കാര്യമില്ല. കാരണം എന്താ, നിങ്ങൾ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ ഇതിനെ ചെയ്ത് ഇപ്പം പറയാൻ പറയുന്നത് മൈലേജിൽ എന്താ ചെയ്യുന്നത് ആയിരിക്കും. ഞാൻ ഇപ്പം പറയുന്നുണ്ട്, തിന്നാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നവന് പട്ടിണിയല്ല, പക്ഷെ ഗോൾസ് ഇല്ലാത്തവൻ പട്ടിണിയാണ്, ദാരിദ്ര്യനാണ്. എന്തുകൊണ്ടാ? അവനിക്ക് ഗോൾസും ഡ്രീംസും ഒന്നും ഇല്ലെങ്കിൽ അവൻ ദാരിദ്ര്യത്തിന്റെ രേഖയിൽ പറയില്ലേ BPL കാർഡ് എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്തുകൊണ്ടാ? ഗോൾസും ഡ്രീംസും ഉണ്ടെങ്കിൽ അവൻ റിച്ചിലേക്ക് പോകും. അവനിക്ക് അതൊന്നും ഇല്ലെങ്കിൽ 100% അവന് പരാജയപ്പെട്ടു പോകും. ഇന്ന് ഇരിക്കുന്ന പല വ്യക്തികളും ചോദിക്കുക, ഗോൾസും ഡ്രീംസും ഇല്ലേ? എങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം, ഗോൾസും ഡ്രീംസും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ആ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അടുത്ത പ്ലാൻ ചെയ്തതാണ്. ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്നത്, അടുത്ത എന്റെ പ്ലാനിൽ വെച്ച ഒരു BMW വണ്ടി അടുത്ത പ്ലാൻ ഉണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് ഇത് വരും. അടുത്ത ഒരു 2028 പ്ലാൻ, ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ് സ്വന്തം വീട്. ഇതാണ് അതിന് സ്ഥലം എടുക്കാൻ ഒരു 30 സെന്റ് സ്ഥലത്തിന്റെ പ്ലാനിലാണുള്ളത്. കൈമലൊന്നും ഉണ്ടാക്കിയിരുന്നല്ല, NTC വരെ ഉണ്ടാക്കേണ്ടതല്ല. എന്റെ ഇപ്പൊ ഉണ്ടാക്കിയതല്ല, എന്റെ കൈമൽ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ ക്യാഷ് സേവ് ചെയ്യാൻ നേരം നാളെ കഴിഞ്ഞാൽ എന്റെ കയ്യിലേക്ക് സേവിങ് പലതും വരാൻ പോകും. ഇപ്പൊ ഉണ്ട് വെച്ചാൽ നമ്മൾ ഓടാനെ പിടിക്കാൻ നമ്മള് അന്നൊക്കെ എന്നെ സംബന്ധിച്ചോളം തിന്നാൻ പൈസ ഇല്ലണ്ട്. തുടക്ക സമയത്തൊക്കെ നമ്മൾ ഓടും, പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുമെങ്കിലും തിന്നാൻ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്ന് തിന്നാൻ പൈസ ഉണ്ട്, പക്ഷെ തിന്നാൻ സമയമില്ലാത്ത പ്രശ്നമൊക്കെ ഉള്ളൂ. കാരണം എന്താ, ടീമിന്റെ പേര് ഓടുമ്പോൾ ഏത് സമയത്ത് തിന്നണമെന്ന് പോലും കിട്ടൂല. കാരണം വിശപ്പില്ലാവൂല. കാരണം എങ്ങനെ വിശപ്പില്ലാത്ത ടീമിന്റെ പേര് വർക്കിന് പോകുമ്പോൾ ആ സമയത്ത് വിശക്കുന്നല്ലോ. അതെല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് നോക്കിയാൽ എന്തായാലും വിശപ്പ് വരും. അതെന്ന് വെച്ചാൽ ബിസിനസിനോട് അത്രയും നമ്മൾ എന്തായി കണക്റ്റഡ് ആയി. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്ന പല ലീഡേഴ്സിനും എനിക്ക് പറയാം, ഈ ബിസിനസ് പോലെ. ഞാൻ ഇതിൽ പുതിയ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. സലിം സാർ ഉണ്ടോ? പുതിയ ആൾക്കാരുണ്ടോ ഇതിൽ? ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 100% പറയാം, ഈ ബിസിനസ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് കൊച്ചൻ ഹനീഫ. അറിയില്ലേ? ആരാ? സിനിമ നടൻ, നമ്മളെ ചിരിപ്പിക്കുന്ന അല്ലെ. കൊച്ചൻ ഹനീഫ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിരിപ്പിക്കുകയും നമ്മളെ കരയിപ്പിക്കുകയും ചെയ്ത ഒരു നടനാണ് കൊച്ചൻ ഹനീഫ. അദ്ദേഹം ഏകദേശം ഒരു 13 വർഷത്തോളം മുമ്പ് മരണപ്പെട്ടേ. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, അദ്ദേഹമാണ് എല്ലാ ആക്ടറും എല്ലാം ആയിരുന്നു. അദ്ദേഹം ഉള്ള സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫും അദ്ദേഹത്തിന്റെ മക്കളും സേഫ് ആയിരുന്നു. കാരണം എന്താ, അദ്ദേഹം ഉള്ളപ്പോ അദ്ദേഹത്തിന് എല്ലാം നേടിക്കൊടുക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോ അദ്ദേഹം ഇല്ലാത്ത അവസ്ഥയിൽ വൈഫ് എന്തല്ല ആക്ടർ അല്ല, മക്കൾ ആക്ടർ അല്ല, ഇന്ന് അവര് പട്ടിണിയില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഉള്ള സമയത്ത് നമ്മളെ ഫാമിലി ഓക്കെ ആയിരിക്കും. ഒരു നിമിഷങ്ങൾ ചിന്തിക്കാൻ, നമ്മളില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ ഫാമിലി ആര് കൈത്തങ്ങ്? വേറെ ഒരാളോട് സ്വന്തം മക്കളെ പോലും, സ്വന്തം പെങ്ങന്മാർ പോലും നോക്കൂല.
സ്വന്തം മക്കളെ ഇപ്പൊ ഞാനില്ലെങ്കിൽ എന്റെ പെങ്ങൾ നോക്കുമല്ലോ, ഇല്ല. അതെല്ലാം മനസ്സിൽ തോന്നണ്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ദിവസത്തിൽ എല്ലാവരും സ്വാർത്ഥരാ, ഒറ്റക്കല്ലോ. അറിയില്ലേ? എന്തിനും സ്വാർത്ഥരാ, ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളതാ അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വൃദ്ധസാധനം കൂടിയത്. അറിയില്ലേ? ഞാൻ പറഞ്ഞ ഒറ്റക്കാരേ ഉള്ളൂ, തീരുമാനം എടുക്കേണ്ടത് നമ്മളാ. തീരുമാനം എടുക്കുന്നത് നമ്മളാ. എന്റെ ലൈഫിൽ എന്തെങ്കിലും മാറണമെങ്കിൽ, എന്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം. നിങ്ങളിതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ തീരുമാനം എടുക്കണം. ഈ തീരുമാനത്തിലാണ് എല്ലാ വിജയവും. കാരണം ഇവിടെ ഇരിക്കുന്ന പല വ്യക്തിക്കും പല കഴിവുകളുണ്ട്. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം, എന്റെ സങ്കടം എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളും ഞാൻ കാണാൻ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വിളിച്ചോണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മളൊരു ഞാൻ മര്യാദ ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ എന്നെ കാണാനുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാം കാണാൻ പറ്റി. ഇനി പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ എനിക്ക് കാണും, പക്ഷെ എനിക്ക് എല്ലാവരും മുഖപരിചയം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളും എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ, ലൈഫിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം, തീരുമാനം 100% എടുക്കണം. ആ തീരുമാനം ആരെ മുന്നിൽ നമ്മൾ പണയം വെക്കാൻ പാടില്ല. കാരണം എന്താ, മറ്റുള്ളവർ വന്നിട്ട് എനിക്ക് കാറ്റായിനാ, നീ ഇതിനെക്കാട്ടും നല്ല വേറെ ചെയ്യൂടെ. അത് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ സങ്കടം വെച്ചാൽ, ജെൻസിന് ഒരു ലിമിറ്റ് ഉണ്ട്. ലേഡീസിനോട് വന്നിട്ട് പറയുമ്പോൾ സങ്കടം. കാരണം എന്താ, എനിക്കൊന്നും എന്റെ മാപ്പിള ഉണ്ടാക്കി തരുന്നില്ല, എനിക്കൊന്നും എന്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി തന്നെ പറയുമ്പോൾ നമ്മൾ ചോദിക്കും, നമ്മൾ പോകുന്നു ഓറയും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആ കുടുംബക്കാരാണ് അതിനൊക്കെ കുത്തും. പക്ഷെ സത്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം, പണ്ടൊക്കെ ആണെങ്കിൽ ഒരാൾ നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ പറയാം, എന്റെ ഉപ്പുള്ള സമയത്ത് നമ്മൾ 8 മക്കളെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ലൈഫ് അല്ല ഇന്നത്തെ ലൈഫ് എന്ന്. ഇന്ന് രണ്ടാൾ വീട്ടിൽ നിന്ന് പണിക്ക് പോയാൽ പോലും നമ്മക്ക് വിചാരിച്ച ചെലവിന് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താ, അത്രയും ചെലവും കാര്യങ്ങളാണ്, അത്രയും കാര്യങ്ങളാണ്. അവിടെയാണ് നമ്മളെ കൈമക്കിട്ട് ഈ പ്ലാറ്റ്ഫോം ഞാൻ പറയുന്നത് കൂടുതൽ വർഷം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഒന്നൊരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഒന്ന് ആത്മാർത്ഥ ഈ ബിസിനസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ മാറേണ്ട പ്ലാനിലേക്ക് ഉഷാറായിട്ട് ഓടുക. അതിനു വേണ്ടിയിട്ട് മാത്രം എഫേർട്ട് എടുക്കുക. വലിയ റിസൾട്ട് കാണിക്കാൻ വേണ്ടി വലിയ തീരുമാനം എടുക്കുക. വലിയ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വലിയ തീരുമാനം എടുക്കണം. വലിയ തീരുമാനം എടുക്കണമെങ്കിൽ വലിയ ചിന്താഗതി ഉണ്ടാവണം. ചെറിയ ചിന്താഗതിയിൽ ഓടിക്കാനേ നടക്കൂല. ഞാനിപ്പം പറയാ, നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ പട്ടിണി കിടക്കാൻ ചോദിച്ചാൽ, നിങ്ങൾ തിന്നാനും കിട്ടാണ്ടാവുമ്പല്ല, നിങ്ങളെ ഉള്ളിലെ ഡ്രീംസും ഗോൾസും ഇല്ലാണ്ടാവുമ്പോൾ. അപ്പോ നിങ്ങളെ പട്ടിണി എപ്പാന്ന് ചോദിച്ചാൽ, ഡ്രീംസും ഗോൾസും നിങ്ങൾക്ക് എപ്പോൾ ഇല്ലാണ്ടായോ അന്ന് മുതൽ നിങ്ങൾ വിശക്കാൻ തുടങ്ങി, അന്ന് മുതൽ നിങ്ങൾ പട്ടിണി കിടക്കാൻ തുടങ്ങിയെന്ന് അർത്ഥം. നിങ്ങൾക്ക് അത് ഇല്ലാണ്ടാണ്ടിരിക്കാൻ നിങ്ങൾ അതിന് ആദ്യം ഡ്രീംസും ഗോൾസും അത് നിങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഡ്രീംസും ഗോൾസ് തന്നെ ആവണം. നിങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഡ്രീംസും ഗോൾസ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടൂലെന്ന് തോന്നിയാൽ പിടിച്ചിരിക്കുമെന്ന് തീരുമാനം എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഓട്ടത്തിന് സ്പീഡ് വിടും. ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, 30 സെന്റ് സ്ഥലം എടുക്കണം. ഞാൻ സാധാരണക്കാരനെ കണക്ക് സത്യം പറയാവില്ല. എന്റെ കുടുംബത്തിൽ എന്റെ 3 ഏട്ടന്മാരുണ്ട്. അവരാരും ഇതുവരെ വീടെടുത്തുന്നില്ല. അവർ ഇത്രയും 21-30 വർഷമായി ഗൾഫിൽ തന്നെ. അവരെ കടങ്ങൾ തീരുമെന്നല്ലാണ്ട്, കടം തീരുക വീണ്ടും കടമാക്കുക. ഇപ്പൊ ഞാൻ വെച്ചെന്നാ 30 സെന്റ് സ്ഥലം എടുക്കാനും അതിൽ 6000 സ്ക്വയർ ഫീറ്റ് വീട് എടുക്കാനാണ്. എന്റെ ഉള്ളിലുള്ള വല്ലാത്ത ഇനി അടുത്ത ആണി അടിച്ച പോലെ, അതോ എന്റെ ഉള്ളിൽ ആണി അടിച്ച പോലെ നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പല ആളോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ വെച്ചത് എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാനുള്ളത്, നിങ്ങളുള്ളത് അതിൽ തന്നെ. പക്ഷെ തീരുമാനം എടുക്കുമ്പോൾ വേടിക്ക പാട്ടയെ കോരാം, വേടിക്ക ബക്കറ്റ് കോരാം, വേടിക്ക മോട്ടർ അടിച്ചിട്ട് കയറ്റാം, എങ്ങനെ വേണ്ടിക്ക് കമ്പനിയോട് വരുമാനം ഉണ്ടാക്കാം. അതാക്കണം എന്ന് തീരുമാനിക്കേണ്ടതല്ല നമ്മളാണ്. കമ്പനി തന്നു 12%, കമ്പനിക്ക് വേറെ തരാനൊന്നുമില്ല. കമ്പനി ഇപ്പൊ വേറൊരു ബെനിഫിറ്റും കൂടി തന്നതാ, ഇതുവരെ ഇല്ലാത്തൊരു ബെനിഫിറ്റ് ഇപ്പൊ അത് വലിയൊരു കോൺഗ്രസ് തന്നിട്ട്. ഇന്ന് എടുത്തു വന്നിട്ട് ബാക്കി പോയി എടുത്തു. സത്യം പറയാ, അതിൽ ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ടീം ഏതാനും ദിവസങ്ങൾക്ക് എന്റെ ടീമിൽ 2, 3, 5 അച്ചീവർ ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ എന്റെ ടീമിൽ നിന്ന് ഒരുപാട് വ്യക്തികൾ ഈ മാസം തന്നെ കോൺഗ്രസ് അച്ചീവറായിട്ട് മാറും. ഞാൻ പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്ന എവിടുന്നായിരിക്കും. ഞാനന്ന് തായ്ലൻഡിൽ പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളും അന്ന് കോൺഗ്രസ് അച്ചീവറായിട്ട് അവിടെ നിന്ന്, അഥവാ ഏതെങ്കിലും ഫ്ലൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും എയർപോർട്ടിൽ നിന്നോ, എന്തായാലും കയറുമ്പോൾ ഒരു എയർപോർട്ടിൽ നിന്ന് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നിച്ച് കാണാൻ, അവിടെ ഒന്നിച്ച് പറക്കണം, നമുക്ക് എല്ലാവർക്കും സാധിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ ഈ ഒരു മീറ്റിംഗിൽ എന്നെ ക്ഷണിച്ച നമ്മുടെ ഗ്രേറ്റ് സനൂപ് സാറോട് എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത്, ഞാൻ എന്നെ ക്ഷണിച്ചു എന്നല്ല, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്നാണ്. കാരണം നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലാണ്ട് നിങ്ങൾ എന്നെ കണ്ടു എന്നുള്ളത് എല്ലാം കൊണ്ടും വലുത് ഇത്രയും ആൾക്കാരെ ഇത്രയും ആൾക്കാരെ ചെയ്യുന്നുണ്ടല്ലോ. പോസിറ്റീവിനും വലുത് രാവിലെ തന്നെ ഒരു പോസിറ്റീവാണ്. രാവിലെ തന്നെ ഒരു പോസിറ്റീവ്. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മെഡിറ്റേഷൻ. 5:30 മണിക്ക് ചെയ്യണം മെഡിറ്റേഷൻ, 6 മണി വരെ. ഇന്ന് പിന്നെ നിങ്ങൾ ഈ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ 6 മണി വരെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ്
ഞാൻ ചെയ്തില്ല. ഇനി അതിന് ശേഷം ചെയ്യണം മെഡിറ്റേഷൻ. ശരിക്കും മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തിനാ വെച്ചാൽ നമ്മളെ ഗോൾസും ഡ്രീംസും ഒക്കെ ഒന്നും കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ ചെയ്യുന്ന മേഖല ചിന്തിക്കുക. ഞാനിപ്പോൾ എന്റെ മെഡിറ്റേഷനിൽ ഞാൻ ചിന്തിക്കുന്ന 2-3 കാര്യമാണ്. എന്റെ കയ്യിലേക്ക് ക്യാഷ് വരുന്ന കാര്യം ചിന്തിക്കും. എന്റെ വീട്ടിലേക്ക് കയറി പോകുന്നത്. എന്റെ വീട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് നിങ്ങൾ കണ്ടോ, എന്റെ വീട് എന്ന് പറയുമ്പോൾ എന്താ അവസ്ഥ, അതും കൂടി കാണിച്ചു ഞാൻ പറയാം. ആ വീട്ടിന്റെ ഉള്ളിൽ കയറുന്ന പിക്ചർ വരെ ഞാൻ വെച്ചേനി. ഇതില് ഉണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. ഇപ്പൊ ഇത് പിടിക്കലാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാ നിങ്ങൾക്ക് അറിയുന്നറിയാം, ഇതെല്ലാം നമ്മൾ പോയതാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതെല്ലാം കാണുന്നുണ്ടാ? ഇപ്പൊ കാണിച്ചിരുന്നേ കാണുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ നമ്മൾ ഇതിനിടക്ക് പോയതാ. അവിടെ തായ്ലൻഡിൽ കണ്ടാ, ഒരാഴ്ച മുമ്പ് നമ്മളെ കമ്പനി നാഷണൽ ടീം കോർണർ നമ്മള് ബോർഡ് മീറ്റ് അവിടെ ഉണ്ടായിട്ട് പോയതാ. ഇതല്ലാണ്ട് ഇതാ ഞാൻ പറഞ്ഞ എന്റെ വീടിന്റെ പ്ലാൻ ഇതാ. ഇതാണ് എന്റെ വീട്, എന്റെ ഡ്രീം ഹോം. വീടിന്റെ മോഡൽ ഇതാണ്. ഇതേണ്ട, ഇത് അടുക്കള. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അത്യാവശ്യം പുതിയ പുതിയ ഫിലിം വരുമ്പോൾ ഇറങ്ങി കാണണം. വീടിന്റെ സെൻട്രൽ ആള്, റൂം, ഔട്ട്സെറ്റ്, ജിമ്മ്, ഇത് ഫ്രണ്ടിലെ ഡോറ്, മക്കളെ കളിക്കാൻ വേണ്ടിയുള്ള ഗെയിം ഏരിയ. ഇതൊക്കെ ഇപ്പോഴേ കണ്ട് ഞാൻ പറയുന്നതല്ല, ഇപ്പോഴേ ഞാൻ മൈൻഡിൽ കൊണ്ടു കഴിഞ്ഞു അത് എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ആ മൈൻഡിൽ കൊടുത്തു കഴിഞ്ഞു അത് എങ്ങനെയാണ് എന്റെ വീട് വേണ്ടതെന്നുള്ളത്. ഞാൻ പറയാം, നിങ്ങളെ ഡ്രീംസിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഉള്ളിൽ കാണും. ഞാൻ അതിന്റെ ഉള്ളിൽ കയറി പാല് കാച്ചി കഴിഞ്ഞു 2028 ഇപ്പൊ. അപ്പൊ ഓടുന്നതിന് സ്പീഡ് കൂടൂലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പല ആളും പ്രശ്നം വെച്ചാൽ ഞാൻ എന്താവും, എന്റെ അകത്ത് കിട്ടുമോ, കിട്ടിയിട്ട് ഞാൻ ചെയ്യാ, ഇതാ ചിന്തിക്കുന്നത്. കിട്ടലല്ല, കിട്ടിയതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് പൈസ കിട്ടിയിട്ട് വേണം ഞാൻ എല്ലാം ചെയ്യാം. പൈസ കിട്ടിയിട്ട് ഒന്നും ചെയ്യുക. പൈസ വന്നിട്ട് നിങ്ങൾ എല്ലാം ചെയ്യാന്ന് വെച്ചാൽ ഒരു ഉണ്ടി നടക്കൂല. പൈസ വരുന്നതിന് മുമ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ ജയിച്ചു. ഇത് പറഞ്ഞുതരാൻ പറ്റും. ഞാൻ സത്യം പറയേണ്ടിയിരിക്കുന്ന എന്നെ മുതിർന്നവരെ ഞാൻ കാണുന്നത്. ഞാൻ സത്യം പറയാം, ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ വിജയിക്കാനുള്ള വഴി ഞാൻ ഇത് മാത്രം. എന്ത് എന്തൊക്കെ നേടാൻ പറ്റും. ഇപ്പൊ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ പോലും എന്റെ കയ്യിൽ കിടക്കുന്ന ശേഷം 1,50,000 S23 ആണെങ്കിൽ ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഇപ്പൊ സ്ക്രീനിൽ സംസാരിച്ചുകൊണ്ട് ഒരു സ്വന്തമായിട്ടൊരു ടാബ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ എനിക്ക് യൂസ് ചെയ്യുന്നത്. സത്യം പറയാം, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഇതിൽ എടുക്കാത്തത്. എനിക്ക് സ്ലൈഡ് ആക്കാൻ അറിയില്ല. ഇതെല്ലാം എനിക്ക് ആക്കി തന്നെ എന്റെ താഴെയുള്ള ലീഡേഴ്സാണ്. കാരണം അതുപോലെ തന്നെ അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നതും ഞാൻ ഇവിടെ കാര്യങ്ങൾ പറയുന്നതും ഒരു ഏകദേശം ഒരു സാംസങ്ങിന്റെ വേറൊരു സാധനം, എന്നൊരു ടാബ് പോലത്തെ സാധനം പുതുതായിട്ട് കഴിഞ്ഞ മാസം വാങ്ങി. എന്റെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പൊ കാറുണ്ട്, പക്ഷെ എന്റെ കൂടെ മുമ്പ് ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ബൈക്കും കൂടി വാങ്ങണം എന്നുള്ള പ്ലാനില്ല. കാരണം എന്താ, ചെറിയ ചെറിയ റോട്ടിലോട്ടുള്ള ഓട്ടത്തിന് വേണ്ടിയിട്ട് ബൈക്ക് പണിതിട്ട് അടുത്തൊരു പ്ലാൻ ഉണ്ട്, നല്ലൊരു ബ്രാൻഡഡ് ഒരു വണ്ടി അടുത്ത് ഇറക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ എന്റെ ആവശ്യങ്ങൾ കൂടാൻ തുടങ്ങി, യാത്രകൾ കൂടാൻ തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പല ജില്ലയിലേക്ക് ടീം വളർന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇപ്പൊ ടീമുണ്ട്. അതുപോലെ തന്നെ അത് എന്താ പറയാ, കേരളത്തിന് പുറത്ത് കർണാടക, തമിഴ്നാട്, കോതഗിരി പോലത്തെ ഏരിയകളൊക്കെ ഇപ്പൊ ടീം വന്നിട്ട് കൃഷിയായിട്ട്. ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യം, ഇറങ്ങിയാലേ കിട്ടും. ഞാൻ എപ്പം നിലത്ത് കിടക്കുന്ന 10 രൂപ പൊറുക്കാനാണ് വിജയിച്ചത്. നിലത്ത് ഇപ്പം കിടക്കുന്നുണ്ട് 10 രൂപ. നിങ്ങൾ കാണൂല, കാണാത്തത് ആരും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിലത്ത് കിടക്കുന്ന 10 രൂപ പൊറുക്കാനാണ് വിജയിക്കും. അല്ലാണ്ട് ഇവിടെ അത് അങ്ങ് ഗൾഫിൽ പോയാലേ അത് ഉണ്ടാക്കാൻ പറ്റൂ, നാട്ടിൽ പോയാൽ ഉണ്ടാക്കാൻ പറ്റില്ല. അത് പലയാൾ പലതും പറയും. ഞാൻ പറയുന്നത് ഈടെ നിൽക്കുന്നുണ്ട്, ഈടെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ കിട്ടും. അതിൽ കുറെ കാര്യങ്ങൾ തരണം ചെയ്തേ പറ്റൂ. അത് കുടുംബമായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ. നിങ്ങളെ മിന്നു കെട്ടും, കഴുത്തിൽ കെട്ടും, കാലിക്കെട്ടെല്ലാം പോയി കഴിഞ്ഞാൽ അത് അതിലൂടെ പൊക്കയുണ്ടാവും. പിന്നെ ഒരു ഉണ്ടി നടക്കൂല. തൽക്കാലം ഒരു 3-4 വർഷത്തേക്ക് അതൊന്നും വേണ്ട. പൈസ ഉണ്ടാക്കി നിങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഇതിപ്പോ എല്ലാം കഴിഞ്ഞ് കുട്ടികളെ മിന്നു കെട്ട് വരെ കഴിഞ്ഞിട്ട് എന്റെ മോനല്ലേ, എന്റെ മോനല്ലേ, അത് ഞാൻ കഴിച്ചിട്ട് എന്ത് ചെയ്യാ, ബർത്ത്ഡേ അല്ലേ. സത്യം പറയാ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഇന്നലെ ആയിട്ടാ കേട്ടാൻ ചോദിച്ചു. എന്താ ഈ മിലിറ്ററി ക്യാമ്പിലെല്ലാം പോകുന്നവർക്ക് സ്വന്തം മക്കളെയോ സ്വന്തം ഭാര്യന്റെയോ ബർത്ത്ഡേ ആനിവേഴ്സറി കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അവർക്ക് ലീവ് കിട്ടൂല. അവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ലീവ് കിട്ടുക. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം,
നമ്മളിപ്പോ ചിന്തിക്കേണ്ട നമ്മളൊരു മിലിറ്ററിക്കാരനാന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. കാരണം ഒരു മിലിറ്ററിക്കാരന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ശക്തമായ കല്ല് പോലത്തെ മനസ്സാണ്. അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ മുന്നിലേക്ക് ത്യജിച്ചുകൊണ്ട് എല്ലാം നേടിയെടുക്കാൻ പഠിക്കും. നമ്മളിപ്പോഴും സേഫ് ആയിട്ട് ഇരിക്കാൻ കാരണം ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് രാജാവ് നമ്മളെ എന്താ പറയാ, ഇപ്പൊ ജമ്മു കാശ്മീർ പോലത്തെ സ്ഥലങ്ങളിൽ ഞാൻ ഇതിനിടയ്ക്ക് ഒരാളെ കാണാൻ പോയി. കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അദ്ദേഹം ഇടുന്ന ഷൂ, നമ്മൾ ഇടുന്ന ഷൂ എത്ര നമുക്കറിയാലോ, എത്ര കിലോ ഉണ്ട് നോക്കിയാൽ കിലോ ഒന്നും ഉണ്ടാവില്ല എന്തായാലും. പക്ഷെ അദ്ദേഹം ഇടുന്ന ഷൂ തന്നെ ഒരു ഷൂ തന്നെ ഉണ്ട്, ഒരു കാലിന്റെ ഷൂ തന്നെ ഉണ്ട് 20 കിലോ, 2 കാലം കൂടി 40 കിലോ അദ്ദേഹത്തിന്റെ വെയിറ്റ്. നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ഇന്ന് സേഫായിട്ട് കടന്നുറങ്ങാൻ കാരണം ഇവരെ പോലത്തെ കുറച്ച് മിലിറ്ററിക്കാരാണ്. പക്ഷെ അവരെ സ്റ്റോറിയൊക്കെ നമ്മൾ കേൾക്കണം. അപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന എഫേർട്ട് ഒന്നുമല്ല. അതുകൊണ്ട് ഇരിക്കുന്ന പല ലീഡേഴ്സിനോടും പറയാം, പല ഡിസ്ട്രോട്ടും പറയാം, നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഞാനിപ്പോ എന്റെ ആത്മാർത്ഥതയിൽ പറയാം, എനിക്ക് നിങ്ങളൊക്കെ കോൺടസ്റ്റ് അച്ചീവർ ആയിട്ട് കാണട്ടെ. ഞാൻ നിങ്ങളെ ശപിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും 2,10,000 ആയിക്കോട്ടെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഇറങ്ങുക, വലിയ മാറ്റങ്ങൾ കാണിക്കുക, കാണിക്കുന്ന വലിയ ലീഡറായി വരിക. നാളെ എനിക്ക് നിങ്ങളെ ഡേറ്റും കൂടി കിട്ടണം, നിങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വലിയ ലീഡറായി വരണം. നാളെ എനിക്കും ടീമുണ്ട്. ഇപ്പൊ ഒരു ഐഡിയ അല്ല, 2 ഐഡിയയിലൂടെ പോകുന്നുണ്ട്. എന്റെ അടുത്തേയും കൂടി നോക്കണം. എന്താണ് പണിയെടുക്കാൻ ഇറങ്ങിയത് ഞാൻ? നമ്മളെ ഇര പിടിക്കാൻ പന്തിയല്ലേ, അല്ലെ ചൂണ്ടിടാൻ പന്തിയല്ലേ നമുക്ക് വേണ്ടേ? അപ്പൊ ഒന്ന് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, കുറെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മുബീൻ സാർ പലതും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ച് ഓർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യുന്നതിനാ. ഓർക്കും കൊടുത്ത 10 നമ്പർ, നമുക്കും തന്ന 10 നമ്പർ, 12% സെയിം തന്നെ, വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പൊ പണിയെടുക്കൽ കൂട്ടുക. ഞാൻ ഇപ്പം പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ NTC ആയി, ഞാൻ CTC ആണെങ്കിൽ NTC എടുത്ത പണിക്ക് പ്ലസ് CTCന്റെ പണി കൂടി എടുക്കും. അപ്പൊ ഞാൻ CTC. വീടിരിക്കുന്ന TC ആയിട്ട് നിൽക്കുന്നവരും ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നിൽക്കുന്നവരും ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി പ്ലസ് നിങ്ങൾ ഏത് റാങ്കിലേക്കാണോ വേണ്ടത്, ആ റാങ്കിന്റെ പണി എന്താണെന്ന് ലീഡറോട് ചോദിച്ചിട്ട് അത് ചെയ്യും. അപ്പൊ നിങ്ങൾ ആ റാങ്ക് ആവും. എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഇപ്പോഴുള്ള നിലവിൽ ഏത് റാങ്കാണോ നിൽക്കുന്നത്, ആ റാങ്കിന്റെ കൂടെ പ്ലസ്, അത് നിർത്തണമെന്നല്ല, അതിന്റെ കൂടെ തന്നെ ഏത് റാങ്കിൽ നിൽക്കുമ്പോൾ ഏത് ചെയ്യുന്നോ ആ ലീഡർ ചെയ്യുന്ന പണി ഇപ്പം നിൽക്കുന്ന ലീഡേഴ്സിന് മാറണം, ആ റാങ്കിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ചെയ്യുക. അത് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുക. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഗ്രേറ്റർ പ്രസാദ് സാറിന്റെ മകളെ കല്യാണമാണ്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ടല്ലോ, സൈൻ സാറുകളെ വിളിച്ചിട്ടുണ്ടാവും, വിശ്വസിക്കുന്നു. കുറച്ച് ലീഡേഴ്സിനൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ഏറ്റവും വലിയ സന്തോഷം നമ്മളെ അമ്പാന്റെ മോളെ കല്യാണം പോലെ നമ്മളെ അമ്പാന്റെ മോളെ കല്യാണം ഈ വരുന്ന December 26. അന്ന് എനിക്ക് എന്റെ വൈഫിനെ എല്ലാം ക്ഷണമുണ്ട്. വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു കല്യാണം നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ മലേഷ്യയിലല്ലാത്ത വേറൊരു മേഖലയിലാണെങ്കില്ല. അതൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാം വലിയ അച്ചീവർ ആകാം. 26ാമത് മാക്സിമം അച്ചീവർ ആയിക്കാൻ ചിലപ്പോൾ തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കൊക്കെ വരാൻ പറ്റും. അവിടെ വെച്ചിട്ട് വലിയൊരു പരിപാടിയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വലിയ ഗ്രാൻഡിലേക്ക് അവിടെ ഒരു പിക്ചർ, ഒരു ഫോട്ടോ എടുത്താൽ മതി, വേറൊന്നും വേണ്ട. അത് മതി. നമ്മൾ ഓരോ കല്യാണത്തിനുണ്ട്, മകളെ കല്യാണത്തിന് ഉണ്ടായിരുന്നു പറയാൻ മതി, വേറൊന്നും വേണ്ട. അതുകൊണ്ട് എഴുതിയിരിക്കുന്ന എല്ലാവർക്കും വലിയ മാറ്റം ഉണ്ടായിട്ട് ആത്മാർത്ഥത പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പറയാണ്. അപ്പൊ എന്നെ ക്ഷണിച്ച ഗ്രേറ്റ് സനൂപ് സാറിന് നന്ദി അറിയിച്ചോണ്ട് ഞാൻ ഇവിടെ പറയുന്നു.